Hi friends, I am Manu Narayanan. We last class we discussed the capital gain remaining portions on discuss okay. So last class number section 45 subsection 1 charging section 1 section 50D where cover next is section 51. Section 51. Section 51. Section 51 എന്താണ് പറയുന്നത്? Advance money received and forfeited. If advance money received and forfeited by assessee before 1/4/2014, then advance money forfeited by assessee after on or after 1/4/2014. Okay, so advance received and forfeited, okay, by assessee. Okay. Before first scenario endana advance money received and forfeited before 1/4/2014. Second scenario endana on or after 1/4/2014. First scenario എന്താണ് പറയുന്നത്? If advance money received and forfeited before 1/4/2014, then advance money shall be reduced. Okay, shall be reduced from cost of acquisition before indexation while computing the capital gain. Second scenario endana, if advance money received on or advance money forfeited by the assessee on or after 1/4/2014, then the advance money forfeited will be taxed in the year of forfeited and taxed under IFOS under section 56 subsection 2 clause 9. Okay, ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ ഫസ്റ്റ് സെനാരിയോ എന്താണ്? അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളൂ? അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ബിഫോർ 1/4/2014 ആണെങ്കിൽ എന്തായിരുന്നു? കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് ലെസ്സീം, കോസ്റ്റ് ഓഫ് അക്വസിഷൻ ലെസ്സീം ബിഫോർ എന്ത് പറഞ്ഞിട്ടുണ്ട്? ബിഫോർ ഇൻഡെക്സേഷൻ ബെനിഫിറ്റിന് മുമ്പ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ലെസ്സീം. അതിനുശേഷമാണെങ്കിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? on or after advance money forfeited on or after then IFOS advance money forfeit ചെയ്യുന്നത് ഏത് പ്രീവിയസ് ഇയറിലാണോ ആ ഇയറിൽ IFOSലെ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 9. ഓക്കെ, നമ്മൾ IFOSലെ ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സെക്ഷനൊക്കെ. എന്താണ് അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് അല്ലെങ്കിൽ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മിസ്റ്റർ ഒരു എക്സാമ്പിൾ നോക്കാം. ഇതെങ്ങനെ ഈ സെനാരിയോ വരുന്നത്? മിസ്റ്റർ എ (1/4/2006) ഒരു അസറ്റ് ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്തു for ₹5 lakhs. Okay. So Mr. A ഇത് മിസ്റ്റർ ബിക്ക് സെയിൽ ചെയ്യാൻ വിചാരിച്ചു, അല്ലെങ്കിൽ അവർ ഒരു എഗ്രിമെൻറ്റിൽ വന്നു. മിസ്റ്റർ ബി മിസ്റ്റർ എക്ക് 50,000 അഡ്വാൻസ് കൊടുത്തു. മേടിക്കാം ഫിനാൻഷ്യൽ ഇയർ പ്രീവിയസ് ഇയർ 12/13 മേടിക്കാം. ജസ്റ്റ് 12/13 എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വരും 1/4/2014. ഓക്കെ, ഞാൻ ആ ഇയറിൽ തന്നെ സോ ഇത്ര 3 മാസത്തിനുള്ളിൽ റിമൈനിങ് പേയ്മെൻറ്റ് കൊടുക്കാമെന്നായിരുന്നു അതിനുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ്. ഈ മിസ്റ്റർ ബിക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ എ എന്ത് ചെയ്തു? ഈ കിട്ടിയ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നിൽക്കട്ടെ, അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തു ബൈ
മിസ്റ്റർ എ. ദെൻ നമ്മുടെ പ്രീവിയസ് ഇയർ 19-20 മിസ്റ്റർ സിക്ക് വിറ്റു. ഈ പറയുന്ന ക്യാപിറ്റൽ അസറ്റ് മിസ്റ്റർ സിക്ക് വിറ്റു 25 lakhs. 25 lakhs. നോക്കാം. സോ ഇങ്ങനെ നടത്തുമ്പോൾ എന്ത് വരും? മിസ്റ്റർ എക്ക് ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട്. നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 48 പ്രകാരം നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയായിരുന്നു കമ്പ്യൂട്ട് ചെയ്യുന്നത്? ആസ് പെർ സെക്ഷൻ 48 പ്രകാരം ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എത്രയാണ്? ഫുൾ വാല്യൂ മിസ്റ്റർ എക്ക് എത്രയാണ് കിട്ടിയിരിക്കുന്നത്? ട്രാൻസ്ഫർ വന്നപ്പോഴത്തേക്കും 25 lakhs. പിന്നെ അതിൽ നിന്ന് എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ കിട്ടും. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്, അത് നമ്മൾ എടുത്തിട്ടില്ല. ലെസ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ ഇവിടെ 2006 സോ ദാറ്റ് മീൻസ് ഓൾറെഡി ഇപ്പോൾ ഒരു അങ്ങേറ്റം 36 months ഹെൽഡ് ചെയ്താണ് പോലും മോർ ദാൻ 36 months അസസി ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ സെക്ഷൻ 48 പ്രകാരം എന്ത് കിട്ടും? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ ഇങ്ങനെ അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014 ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? കോസ്റ്റ് ഓഫ് അക്വസിഷൻ ആയിട്ടുള്ള ഈ 5 lakh നിന്ന് ഈ 50,000 കുറച്ചതിന് ശേഷം കിട്ടുന്നതിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്. 50K കുറച്ചതിന് ശേഷം അതിന്റെ പുറത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇൻഡെക്സേഷൻ ഇൻറ്റു CII ഫോർ ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡ് ബൈ CII ഫോർ ദ ഇയർ ഫസ്റ്റ് ഹെൽഡ് ബൈ അസസി. ദെൻ സെക്കൻഡ് സെനാരിയോ ഇവിടെ ഈ ഫിനാൻഷ്യൽ ഇയർ 2013 12-13 എന്ത് ചെയ്തിരിക്കുന്നത്? അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്. സോ അഡ്വാൻസ് മണി ഫോർഫീറ്റ് ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ ഏതിപ്പം ഇവിടെ ഒരു കേസിൽ ഫിനാൻഷ്യൽ ഇയർ 15-16 ആണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന അഡ്വാൻസ് മണി റിസീവ് ചെയ്തത് 2006 ബട്ട് ഫോർഫീറ്റഡ്. അതുകൊണ്ടാണ് സെക്കൻഡ് നമുക്കിവിടെ എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ കൊടുത്തിരിക്കുന്നില്ല അഡ്വാൻസ് മണി ഫോർഫീറ്റഡ്, റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻസ് മണി റിസീവ് ചെയ്യുന്നത് 1/4/2014 മുമ്പാണെങ്കിലും ഫോർഫീറ്റ് ചെയ്യുന്നത് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ആണെങ്കിൽ എന്തുവരും? എവിടെ ടാക്സ് ചെയ്യും? ഈ സെനാരിയോയിൽ അഡ്വാൻസ് മണി റിസീവ്ഡ് ഓൺ 1/4/2006 ദെൻ അഡ്വാൻസ് മണി ഫോർഫീറ്റഡ് ഓൺ പ്രീവിയസ് ഇയർ 15-16 ദെൻ ഇതെവിടെയായിരിക്കും? ഇങ്ങനെ ഇൻഡെക്സേഷൻ കോസ്റ്റ് ഓഫ് അക്വസിഷൻ കുറയ്ക്കുകയല്ല ചെയ്യുന്നത്, നേരെ ഫിനാൻഷ്യൽ ഇയർ 15-16 ആൻഡ് അസസ്മെന്റ് ഇയർ 16-17 എവിടെ ടാക്സ് ചെയ്യും? IFOs എത്ര ടാക്സ് ചെയ്യും? ഈ ഫോർഫീറ്റ് ചെയ്ത 50,000. സോ ഇതാണ് അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബിഫോർ 1/4/2014 ദെൻ അസസി എന്നാണ് ഒറിജിനലായിട്ട് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന വർഷം എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറച്ചിട്ട് ആ ഫോർഫീറ്റ് ചെയ്ത വാല്യൂ കുറച്ചിട്ടായിരിക്കും നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നത്. സെക്കൻഡ് സെനാരിയോ അഡ്വാൻസ് മണി ഫോർഫീറ്റഡ് ഓൺ ഓർ ആഫ്റ്റർ 1/4/2014 ഇൻ ദാറ്റ് കേസ് നമുക്ക് എന്തായിരിക്കും? അത് നേരെ ഏത് ഇയറിലാണോ ഫോർഫീറ്റ് ചെയ്യുന്നത് ആ ഇയറിൽ എന്ത് ചെയ്യും? IFOസിൽ സെക്ഷൻ 56 സബ്സെക്ഷൻ 2 ക്ലോസ് 9 പ്രകാരം ടാക്സ് ചെയ്യും. ഇനി വേറൊരു പോയി നോക്കാം. എമൗണ്ട് ഫോർഫീറ്റഡ് ബൈ പ്രീവിയസ് ഓണർ. അതുകൊണ്ടാണ് ആ പ്രൊവിഷനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എമൗണ്ട് റിസീവ്ഡ് അഡ്വാൻസ് മണി റിസീവ്ഡ് ആൻഡ് ഫോർഫീറ്റഡ് ബൈ അസസി. പ്രീവിയസ് ഓണർ റെഡ്യൂസ് ഫോർഫീറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ഡിഡക്റ്റബിൾ അണ്ടർ സെക്ഷൻ 51. പ്രീവിയസ് ഓണർ ആണ് അഡ്വാൻസ് മണി റിസീവ് ചെയ്തിട്ട് ഫോർഫീറ്റ് ചെയ്യുന്നെങ്കിൽ എന്താണ്? 51 പ്രകാരം റെഡ്യൂസ് ചെയ്യില്ല. ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നമുക്ക് ചില ക്വസ്റ്റൻ ഒക്കെ എങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് അസസിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രീവിയസ് ഓണർ ഇതാണ് അഡ്വാൻസ് മണി റിസീവ് കണ്ടീഷൻസ് എല്ലാം തെറ്റിക്കാൻ വേണ്ടിയാണ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ നമ്മൾ കുറയ്ക്കണം, അതിന് വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. സോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഓണറാണ് അഡ്വാൻസ് മണി റിസീവ് ആൻഡ് ഫോർഫീറ്റഡ് എങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി deductible under section 51. That means advance money received and forfeited by assessee before 1/4/2014 or scenario cost of acquisition value. Advance money forfeited on or after 1/4/2014 then advance money will be taxed under IFOS under section 56 subsection 2 clause 9. Okay. Then നമ്മുടെ നെക്സ്റ്റ് ഏരിയ വരുന്നത് എക്സംഷൻസ് ആണ്. ഓക്കെ, രണ്ട് രീതിയിലാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 54 അണ്ടർ സെക്ഷൻ 54 എക്സംഷൻ 54 ഇത്രയുമാണ് വരുന്നത്. സെക്ഷൻ 54, സെക്ഷൻ 54B, സെക്ഷൻ 54D, സെക്ഷൻ 54EC, സെക്ഷൻ 54EE, സെക്ഷൻ 54F,
54G, 54GA and 54GB. Then 10 subsection 33, 10 subsection 37. Last year number section 10 subsection 38 ഉണ്ടായിരുന്നു. Right now ഇത് abolish ചെയ്തിട്ടാണ് ഇതൊരു സെക്ഷൻ വന്നിരിക്കുന്നത്. സെക്ഷൻ 112 capital section 112A. So ശ്രദ്ധിക്കാം, ഓരോന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. So exemption under section 54 and under section 10. First one, 54. Section 54, capital gain on sale of residential house. Residential house. So ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷനകത്തൊരു ഹ്യൂജ് അമെൻമെൻറ്റ് വന്നിട്ടുള്ള സെക്ഷനാണ്. ക്യാപിറ്റൽ ഗെയിൻ ഓൺ സെയിൽ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. എക്സംഷൻ അണ്ടർ സെക്ഷൻ 54 നമുക്കെല്ലാം അറിയേണ്ടത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആകുന്നത്, എന്തൊക്കെ കണ്ടീഷനാണ് ഫുൾഫിൽ ചെയ്യേണ്ടത്. സോ നമ്മൾ എന്തൊക്കെ കണ്ടീഷനാണ് ഫുൾഫിൽ ചെയ്യുന്നത്, ഏത് ന്യൂ അസറ്റ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, ദെൻ അതിന് ഹോൾഡിംഗ് പീരീഡ് ഉണ്ടോ, ഹോൾഡിംഗ് പീരീഡിൽ ആ അസറ്റ് ട്രാൻസ്ഫർ ചെയ്താൽ എന്തൊക്കെ കോൺസിക്വൻസ്, ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ സെക്ഷൻസ് എല്ലാം കവറുന്നത്. ഫസ്റ്റ് എലിജിബിൾ അസസി. സോ സെക്ഷൻ 54 റെസിഡൻഷ്യൽ ഹൗസ് വിറ്റിട്ടുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടുന്ന രണ്ട് ആൾക്കാർക്കാണ്. അതൊക്കെയാണ് ഇൻഡിവിജ്വലിനും HUFനും. ദെൻ കണ്ടീഷൻസ്, ദർ ഷുഡ് ബി എ ട്രാൻസ്ഫർ ഓഫ് റെസിഡൻഷ്യൽ ഹൗസ്. സോ വേറെ ഒരു ക്യാപിറ്റൽ അസറ്റും ട്രാൻസ്ഫർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല, 54 എക്സംഷൻ കിട്ടില്ല. നമ്മൾ ട്രാൻസ്ഫറിന് എന്തായിരിക്കണം, റെസിഡൻഷ്യൽ ഹൗസ് ആയിരിക്കണം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. എന്താണ്, ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. റെസിഡൻഷ്യൽ ഹൗസ് ആണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിലും ഇതിനകത്ത് എലിജിബിൾ അല്ല. സെക്ഷൻ 54 എക്സംഷൻ കിട്ടാൻ എലിജിബിൾ അല്ല. സോ ഹൗസ്, റെസിഡൻഷ്യൽ ഹൗസിന്റെ കാര്യത്തിൽ എപ്പോഴും എന്താണ്, നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 42A പഠിച്ചിട്ടുണ്ടായിരുന്നു. 24 months, up to 24 months holding period of holding up to 24 months. Then short term capital asset if it exceeds, that means residential house, this residential period of holding എത്ര ആയിരിക്കണം, 24 monthsന് മുകളിലായിരിക്കണം. Such income from such property should be chargeable under residential property. House property ചാർജ് ചെയ്യുന്നതാണ് സെക്ഷൻ 22 ചാർജ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് അമെൻമെന്റ് വന്നിരിക്കുന്നത്. സെക്ഷൻ 54 ഓക്കെ, ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്, ഇൻഡിവിജ്വൽ HUF. ഓക്കെ, എന്ത് ടൈപ്പ് ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്താണ് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകേണ്ടത്, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. ജസ്റ്റ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയാൽ മാത്രം പോരാ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് കൂടെ ആയിരിക്കണം. ഓക്കെ, സോ ഇങ്ങനെ ലോങ് ടേം ക്യാപിറ്റൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്ത് സംഭവിച്ചു നമുക്കുണ്ടാകണം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഓക്കെ, where amount of capital gain exceeds 2 crore. നമ്മൾ ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ കൺസിഡറേഷൻ എല്ലാവരും പറയുന്നത് ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ്സ് 2 crores. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ എക്സീഡ്സ് 2 crores. ദെൻ അസസ് എന്ത് ചെയ്യണം, 54 എക്സംഷൻ ഉണ്ടെങ്കിൽ one residential house. ഓക്കെ, സോ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി എന്ത് ചെയ്യണം, ഒന്നുകിൽ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, പർച്ചേസ് ചെയ്യാൻ നോക്കുക. പർച്ചേസ് ചെയ്യാൻ എന്താണ്, വിത്തിൻ 1 year before or 2 years after the date of transfer or constructed, within a period of 3 years after the date of transfer. ഓക്കെ, എന്നാണോ ഈ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന് 1 വർഷം മുമ്പോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിരിക്കണം. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എന്താണ്, 3 വർഷത്തിനുള്ളിൽ 3 yearsനുള്ളിൽ എന്ത് ചെയ്യണം, കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. 1 residential house property. Then capital gain does not exceed, so up to 2 crores വരെ ആണെങ്കിൽ അസസിക്ക് ഓപ്ഷൻ ടു അസസി. ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന അമെൻമെന്റ്. സോ ലാസ്റ്റ് ഇയർ വരെ എന്താണ്, ഫിനാൻസ് ആക്ട് 2009 അമെൻഡ് ചെയ്യുന്നവരെ 1 residential house property എന്ന് മാത്രമുള്ളായിരുന്നു. സോ ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിനിന്റെ ആ ഒരു ലിമിറ്റിനനുസരിച്ചിട്ട് ഇഫ് ഇറ്റ് എക്സീഡ്സ് 2 crores then only one house. If it less than or equal to 2 crores, that means does not exceed 2 crores. അസസിക്ക് ഓപ്ഷൻ ആണ് എന്ത് ചെയ്യാം, ഒന്നുകിൽ 2 house property. ഓപ്ഷൻ മീൻസ് മറ്റെന്തായിരിക്കും, ആക്ച്വൽ സെനാരിയോ പോലുള്ള 1 house property. ഓക്കെ, അസസിക്ക് ഈ ഓപ്ഷൻ എടുക്കാം, 2 house property വാങ്ങിക്കാം. സെയിം സെനാരിയോ പർച്ചേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ
within 1 year before or 2 years after the date of transfer. Construction ആണെങ്കിൽ to residential house property in India within a period of 3 years. Okay. It's very important. To house property അതുപോലെ എന്ത് ചെയ്യാം, പർച്ചേസ്, കൺസ്ട്രക്ഷൻ. പർച്ചേസ് ആണെങ്കിൽ 1 year before, 2 years after, ആണെങ്കിൽ 3 years after. Then നോക്കാം. Where during the assessment year, assessee has exercised the option to purchase or construction of 2 residential house in India, he shall not be subsequently entitled to exercise the option for the same for any other assessment year. That means 2 house property purchase ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്താൽ പിന്നെ ലൈഫ് ലോങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. അറ്റ് ഓൺലി 1 time, ലൈഫ് ലോങ് 1 time എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണക്ക് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത ലോങ് ടൈം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്താ 2 house property, 2 residential house property in ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. പിന്നെ അത് ഒരു തവണ എക്സസൈസ് ചെയ്താൽ പിന്നെ എന്താണ്, ഒരു ജീവിതത്തിൽ ഒരിക്കലും ലൈഫ് ലോങ് നമുക്ക് എന്ത് കിട്ടില്ല, പിന്നെ കിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് വീണ്ടും എക്സസൈസ് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ 2021 2019 പ്രീവിയസ് ഇയർ 19-20 ബേസിൽ 2 house property, ദെൻ 2021 വേറൊരു ഹൗസ് പ്രോപ്പർട്ടി നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷമോ വേറൊരു ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടി വിറ്റിട്ട് പിന്നെ നമുക്ക് 2 ഹൗസ് പ്രോപ്പർട്ടി. ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ 2 crores അപ് ടു 2 crore ആണെങ്കിലും നമുക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ, ഓപ്ഷൻ ഒന്നുമില്ല. ഈ പറയുന്ന 1 residential ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. However, he can continue to claim exemption on purchase or construction of 1 residential house. Okay. So that means പിന്നീട് ഒരിക്കലും എക്സംഷൻ 54 എക്സംഷൻ കിട്ടുന്നല്ല, 54 പറഞ്ഞിരിക്കുന്ന 2 house property in India എന്നുള്ള ആ ഓപ്ഷൻ പിന്നെ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. ലൈഫ് ലോങ് 1 time മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എക്സർസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കിനി നോക്കാം എത്രയാണ് ക്വാണ്ടം ഓഫ് എക്സംഷൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ amount invested in residential house or capital gain, okay, whichever is lower. എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ, ഇപ്പം ക്യാപിറ്റൽ ഗെയിൻ നേരത്തെ പറഞ്ഞ 50 lakhs എമൗണ്ട്, ക്യാപിറ്റൽ ഗെയിൻ 50 lakhs വന്നു. ക്യാപിറ്റൽ ദെൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത് 45 lakhന്റെ ആണെങ്കിൽ എത്ര എക്സംഷൻ കിട്ടുള്ളൂ, 45 lakhs whichever is less. സോ ഇതേപോലെ 50 lakhs ക്യാപിറ്റൽ ഗെയിൻ കിട്ടി, ഹൗസ് പ്രോപ്പർട്ടി 1 കോടിയുടെ ഹൗസ് പ്രോപ്പർട്ടി മേടിച്ചാൽ പിന്നെ 1 കോടി അവിടെ കൊണ്ട് കാണിച്ചിട്ട് മൊത്തം നമ്മൾ ആ ഒരു സെക്ഷൻ 48 പറയും നമുക്ക് റീഫണ്ട് കിട്ടും എന്നല്ല, അല്ലെങ്കിൽ ലോസ് ആയിട്ട് കാണിക്കാം എന്നല്ല പറയുന്നത്. സോ 50 lakh വരെ എന്ത് ചെയ്തിരിക്കും, റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും. സോ റെസിഡൻഷ്യൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഓർ ക്യാപിറ്റൽ ഗെയിൻ whichever is less will be allowed as exemption under section 54. Then ഈ പറയുന്ന ന്യൂ അസറ്റ് എത്ര കാലം ഹോൾഡ് ചെയ്യണം, 3 years. 3 years from the date of acquisition of new asset. Okay. ന്യൂ അസറ്റ് എന്നാണോ അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നാണോ കൺസ്ട്രക്ട് ചെയ്യുന്നത് അന്ന് മുതൽ 3 വർഷത്തേക്ക് എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, നമ്മളിപ്പോൾ 3 വർഷത്തിന് മുമ്പ് അത് ട്രാൻസ്ഫർ ചെയ്താൽ, ഇഫ് ദ ന്യൂ അസറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബിഫോർ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ ഓർ കൺസ്ട്രക്ഷൻ. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കാം. ജസ്റ്റ് ഒരു എക്സാം നോക്കാം. നമ്മൾ ഇൻഡിവിജ്വലായിരുന്നു അല്ലായിരുന്നു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അസസ്മെന്റ് ഇയർ 2021 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തു. സോ ഒരു ക്യാപിറ്റൽ ഗെയിൻ 50 lakh എന്ന് വിചാരിക്കാം, 50 lakhs. ന്യൂ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, പുതിയ ഹൗസ് പ്രോപ്പർട്ടി 45 lakhs. ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി 45 lakhന് ഇൻവെസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അസസ്മെന്റ് ഇയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും FEOC എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ എക്സംഷൻ 50 lakhs. സോ അണ്ടർ സെക്ഷൻ 54 എക്സംഷൻ എടുത്തിരുന്നതാണ് 45 lakhs. ദെൻ റിമൈനിങ് 5 lakh ആയിരിക്കും വരുന്ന ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ ടാക്സ് ചെയ്യുന്നു. ഓക്കെ, ദെൻ ഇതിനകത്തൊരു കണ്ടീഷൻ ഉണ്ട്, ഇങ്ങനെ അക്വയർ ചെയ്യുന്ന ന്യൂ റെസിഡൻഷ്യൽ 3 വർഷം ഹോൾഡ് ചെയ്തിരിക്കണം. ഓക്കെ, 3 വർഷത്തിന് മുമ്പ് വിറ്റാൽ എന്ത് സംഭവിക്കുന്നതാണ് ആ ഒരു കോൺസിക്വൻസ്. ഈ പറയുന്ന ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് 3 വർഷത്തിനുള്ളിൽ വിറ്റു, 3 years, വിത്തിൻ 3 years. ഓക്കെ, 3 yearsനുള്ളിൽ വിറ്റ് പോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഈ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണ് വിൽക്കുന്നത്. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും,
ഇതേപോലെ ഒരു കൺസിഡറേഷൻ കിട്ടും, ഫുൾ വാല്യൂ കൺസിഡറേഷൻ, അതായത് സെയിൽ കൺസിഡറേഷൻ കിട്ടുന്ന ജസ്റ്റ് 75 lakhs എന്ന് വിചാരിക്കാം. ഇതിൽ നിന്ന് എന്ത് കുറച്ച് കളയും? കോസ്റ്റ് ഓഫ് അക്വസിഷൻ എത്ര ഉണ്ടായിരുന്നു? 45 lakhനാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. സോ ഇത് 3 വർഷത്തിൽ നിന്ന് കുറച്ചാൽ എന്ത് സംഭവിക്കും? ഈ കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് നേരത്തെ കിട്ടിയ എക്സംഷൻ എത്രയാണ്? ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടിയത് 45. ഈ 45 lakhs കുറച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്തുപോലെ വരും? ഒന്നുമില്ലാത്തതുപോലെ വരും. സോ ദാറ്റ് മീൻസ് നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ എടുത്ത് കളഞ്ഞു. ഇൻഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്തു? എൻറ്റയർ 75 lakhനും നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, സോ ശ്രദ്ധിക്കണം, 3 വർഷം പീരീഡ് ഓഫ് ഹോൾഡിംഗ്. ദാറ്റ് മീൻസ് നമ്മൾ 2021 റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ 3 വർഷം പറഞ്ഞ പക്ഷേ എങ്ങാനും 3 വർഷത്തിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്താൽ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇയറിൽ എന്ത് ചെയ്യും? പിടിച്ചിട്ട് ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയും ആ ന്യൂ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അസറ്റിൽ നേരത്തെ എത്രയാണോ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ നമ്മൾ എടുത്തത്, ആ എടുത്ത എമൗണ്ട് എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറച്ച്. ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? നമ്മളെ പിടിച്ച് നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് ഇവിടെ ഇല്ലാണ്ടാക്കുകയാണ് ചെയ്തത്. ഓക്കെ, ദെൻ വേറെ 2 പോയിന്റ്സിനകത്ത് വരുന്നത് പിന്നെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ആപ്ലിക്കബിൾ ആണ്. എന്താണ് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം? ക്യാപിറ്റൽ ഗെയിൻ ഒന്ന് ശ്രദ്ധിക്കാം. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ഇതിനകത്ത് നേരത്തെ പറഞ്ഞ ഇതിൽ നിന്നറിയാം. സോ അസസ്മെന്റ് ഇയർ 2021 നമ്മൾ എന്ത് ചെയ്തത്? ക്യാപിറ്റൽ ഗെയിന് എക്സംഷൻ വാങ്ങിച്ചത്. നമുക്ക് ആ കണ്ടീഷൻസ് വെച്ചറിയാം. നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? 3 വർഷം കൊണ്ട് കൺസ്ട്രക്ട് ചെയ്താൽ മതി. അസസ്മെന്റ് ഇയർ പ്രീവിയസ് ഇയർ 1920 ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണോ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്നത്. സോ 3 വർഷം കൊണ്ട് എന്ത് ചെയ്താൽ മതി? കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്. അപ്പോൾ സോ നമുക്ക് പക്ഷേ റിട്ടേൺ എന്ന് ഫയൽ ചെയ്യണം? 139 സബ്സെക്ഷൻ 1 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. സോ ദാറ്റ് മീൻസ് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇൻവെസ്റ്റ്, അതായത് ഞാൻ 3 വർഷത്തിനുള്ളിൽ പണിയും, ഒരു ന്യൂ അസറ്റ്, ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യും. ബട്ട് എനിക്ക് എപ്പോഴാണ് എക്സംഷൻ വേണ്ടത്? ഈ പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഈ അസസ്മെന്റ് ഇയർ 2021 അല്ലാണ്ട് 23-24 വേണ്ടത്. സോ ആ കേസിൽ എന്ത് ചെയ്യും? ഇതെല്ലാം ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ 139 സബ്സെക്ഷൻ 1 സെക്ഷൻ 139 സബ്സെക്ഷൻ 1 ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേൺ, അതിന് മുമ്പോ അല്ലെങ്കിൽ എന്നാണോ ആക്ച്വലി റിട്ടേൺസ് ഫയൽ ചെയ്യുന്നത്, വിച്ച് എവർ ഈസ് ഏർലിയർ ഡ്യൂ ഡേറ്റ്, അല്ലെങ്കിൽ എന്നാണോ അതിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? ഒരു ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് എന്ത് ചെയ്തിരിക്കണം? ഈ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. എത്രയാണോ എക്സംഷൻ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. അത് എന്തിനു വേണ്ടി മാത്രം യൂസ് ചെയ്തിരിക്കണം? അതിൽ നിന്ന് എടുത്ത് എന്ത് ചെയ്യാം? ഈ കൺസ്ട്രക്ഷൻ, ഈ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിരിക്കണം. സോ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിലുള്ള അല്ലെങ്കിൽ എന്നാണോ റിട്ടേൺ ഫയൽ അതിനുള്ളിൽ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? എക്സംഷൻ. ദാറ്റ് മീൻസ് എനിക്ക് കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ഞാൻ വേറെ ഒരു പർപ്പസിനെ യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് അതാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു മാത്രമേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ? ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിൽ ഈ 3 വർഷത്തിനുള്ളിൽ ഒന്നില്ല, ഇതിനെ അക്കൗണ്ട് സ്കീമിൽ ഇട്ട് കഴിഞ്ഞാൽ ഒന്നിൽ എന്ത് ചെയ്യണം? 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. 3 വർഷത്തിനുള്ളിൽ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. സോ നമ്മൾ എന്നാണോ ഇത് നടന്നിരിക്കുന്നത്, ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടന്നിരിക്കുന്നത്, അതിനുള്ളിൽ 3 വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കണം. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ എക്സംഷൻ മേടിച്ചിട്ടും ഇതിനകത്തൊന്ന് ഇങ്ങനെ അക്കൗണ്ടിൽ ഇട്ടിട്ട് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്താലും നമ്മൾ എന്ത് ചെയ്യും? ആ കിട്ടിയ എടുത്ത എമൗണ്ട് എന്ത് ചെയ്യും? പിടിച്ച് ടാക്സ് ചെയ്യും. ദെൻ 3 വർഷം വരെ ഇട്ടിട്ട് ഹൗസ് പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാതെ 3 വർഷം കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാതിരുന്നാലും എന്ത് ചെയ്യും? പിടിച്ച് നേരത്തെ കിട്ടിയ എക്സംഷൻ എന്ത് ചെയ്യും? ടാക്സ് പിടിച്ച് ടാക്സ് ചെയ്യും. ഓക്കെ, സോ അതാണ് ഇതിനകത്ത് പറയുന്നത്. ഹോൾഡിംഗ് 3 years capital gain account scheme. The amount should be utilized for within the prescribed period. Amount not used within the prescribed, that means 3 years from the date of transfer of asset shall be treated as long-term capital gain of the previous year in which prescribed period expires. ഏത് ദിവസമാണോ ഏത് ഇയറിലാണോ അത് എക്സ്പയർ ആകുന്നത് ആ പീരീഡിൽ എന്ത് ചെയ്യും? പിടിച്ച് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ടാക്സ് ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ 54B, section 54B, important section 10 subsection 37 54B ഒക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ജസ്റ്റ് ഒരേ ഒരു കാര്യമാണ്. 10 subsection 37 ഡിസ്കസ് ചെയ്യുമ്പോൾ എടുത്തു പറയും. അത് വെച്ചിട്ട് ക്വസ്റ്റ്യനിൽ അഡ്ജസ്റ്റ്മെന്റ് വരും. നമുക്ക് കണ്ടാൽ 54B ആണ് നോക്കും, ബട്ട് ആക്ച്വലി 10 subsection 37 ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് അഡ്ജസ്റ്റ്മെന്റ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്. 54 ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ആൻ അമെൻമെന്റ്
ആ ഒരു ഓപ്ഷൻ ടു അസസ് ചെയ്യും. അസസിക്ക് ഓപ്ഷൻ കൊടുക്കുന്നത് ലൈഫ് ലോങ് വൺ ടൈം ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ആ സെക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേപോലെ 54B എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. ഓക്കെ, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് എന്തല്ല, നമ്മൾ ഓൾറെഡി 2 subsection 14 ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ദാറ്റ് മീൻസ് റൂറൽ എക്സ്പോർട്സിന് വരുന്നത് സ്പെസിഫൈഡ് ഏരിയ അല്ലെങ്കിൽ സ്പെസിഫൈഡ് ഏരിയക്ക് പുറത്തുള്ള അഗ്രികൾച്ചർ ലാൻഡ്, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ്, it will not be treated as a capital asset. Urban agricultural land is a capital asset. So individual HUF eligible assessee condition, assessee should transfer urban agricultural land. Okay, such land must be used for agricultural purpose. Like ഇവിടെ ചുമ്മാ വെച്ചിട്ട് ഇത് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറഞ്ഞാൽ പോരാ, അത് അഗ്രികൾച്ചർ യൂസ് ചെയ്യണം. ആര് യൂസ് ചെയ്യണം? either by assessee himself or parents or HUF in the 2 years immediately preceding the date of transfer. That means 2 years. That means the first case in the residential house property should be a long term capital asset. 2 years use correct 2 years ആണ് ഈ ലാൻഡ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്ത് സംഭവിക്കും? 24 months. ലാൻഡ് ബിൽഡിംഗ് 24 months ആണെങ്കിൽ എന്താണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്. ഇഫ് ഇറ്റ് എക്സീഡ്സ് then long term. So that means ഇത് എന്ത് ആകാം? ഒന്നുകിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം അല്ലെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം. സോ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിന്റെ കയ്യിൽ HUF ഉണ്ടായിരുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് മീൻസ് ആ അർബൻ അഗ്രികൾച്ചർ എന്താ 2 വർഷമെങ്കിലും അല്ലെ, 2 വർഷമെങ്കിലും അല്ല, ഈ പറയുന്ന നമ്മൾ ട്രാൻസ്ഫറിന് തൊട്ട് മുമ്പുള്ള 2 വർഷം ഇതിന് യൂസ് ചെയ്തിരിക്കണം, അഗ്രികൾച്ചർ പർപ്പസിനെ യൂസ് ചെയ്തിരിക്കണം. ദെൻ ന്യൂ അസറ്റ് അക്വയർ എന്താണ്? അനദർ അഗ്രികൾച്ചർ ലാൻഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, അർബൻ ഓർ റൂറൽ. ഒരു ടാക്സ് പ്ലാനിങ് സെക്ഷൻ കൂടിയാണ് ഇത് 54B. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പുതിയ എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ ലാൻഡ് തന്നെ വായിക്കണം. അതെന്താകാം? അർബൻ ആകാം അല്ലെങ്കിൽ റൂറൽ ആകാം. സ്പെസിഫൈഡ് വിത്തിൻ 2 years ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. 2 വർഷം ട്രാൻസ്ഫർ ചെയ്തിട്ട് 2 വർഷത്തിനുള്ളിൽ വാങ്ങിച്ചിരിക്കണം. ക്വാണ്ടം ഓഫ് എക്സംഷൻ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഈസ് ലോവർ. പീരിയഡ് ഓഫ് ഹോൾഡിംഗ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. പീരിയഡ് ഓഫ് ഹോൾഡിംഗ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. സോ 3 വർഷത്തിന് മുമ്പ് വിറ്റാൽ കോൺസിക്വൻസ് ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫേർഡ് ബിഫോർ 3 years from the date of acquisition, then the cost of land will be reduced. നേരത്തെ പോലെ എന്ത് ചെയ്യും? കോസ്റ്റ് ഓഫ് അക്വിസിഷന് കുറച്ചിട്ട് ടാക്സ് ചെയ്യും. The land is a rural agriculture land, then there should be no capital gain on transfer of such asset. Capital gain account scheme is applicable. നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സെക്ഷൻ 54B. സെക്ഷൻ 54B ആർക്കാണ് കിട്ടുന്നത്? ഇൻഡിവിജ്വലിനും HUF. എന്താണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? അർബൻ അഗ്രി ലാൻഡ്. എന്താ ഇത്? എന്ത് ടൈപ്പ് ഓഫ് അസറ്റ് ആണ്? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാൻ കാരണം? മിനിമം 2 വർഷം ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് 2 years യൂസ് ചെയ്തിരിക്കണം. കറക്റ്റ് 2 വർഷമാണെന്നുണ്ടെങ്കിൽ എന്താവും? ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ്, അതർവൈസ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? 2 വർഷത്തിനുള്ളിൽ വിത്തിൻ 2 years എന്ത് മേടിച്ചിരിക്കണം? വേറെ ഒരു അഗ്രി ലാൻഡ്. ഓക്കെ, അഗ്രി ലാൻഡ്. ഇത് എന്താകാം? അർബൻ അഗ്രികൾച്ചർ ലാൻഡും ആകാം അല്ലെങ്കിൽ റൂറൽ അഗ്രികൾച്ചർ ലാൻഡും ആകാം. ഓക്കെ, ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടാക്സ് പ്ലാനിങ് സെക്ഷനാണ്. ഇത് അർബൻ അഗ്രികൾച്ചർ ലാൻഡും ആകാം. സോ എന്ന് പറയുന്നത് 2 വർഷത്തിനുള്ളിൽ വാങ്ങിച്ചിട്ടുണ്ട്. 2 വർഷത്തിനുള്ളിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം. ഈ പറയുന്ന പോലെ കിട്ടുന്ന അഗ്രികൾച്ചർ ലാൻഡ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ആ ഒരു കൺസിഡറേഷൻ നമ്മൾ എവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കണം? 2 വർഷത്തിന്. പിന്നെ ഈ ഉടനെ നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയില്ല, അടുത്ത വർഷമാണ് ഞാൻ വാങ്ങിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ദെൻ അർബൻ അഗ്രികൾച്ചർ ലാൻഡ്, ഈ പറയുന്ന ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് എത്ര വരെ ഹോൾഡ് ചെയ്യണം? നേരത്തെ പോലെ 3 years ഹോൾഡ് ചെയ്യാൻ ഫ്രം ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. 3 years ഹോൾഡ് ചെയ്തിരിക്കണം. ഇതിന് എക്സംഷൻ കിട്ടാൻ കോൺസിക്വൻസ് ചെയ്തില്ല നേരത്തെ പോലെ തന്നെ. ഇതേപോലെ ഈ അഗ്രികൾച്ചർ ലാൻഡ്, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഒന്ന് ശ്രദ്ധിക്കാം. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ടായിരുന്നു. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് അസസ് ചെയ്തു, വിറ്റു. ക്യാപിറ്റൽ ഗെയിൻ വിചാരിക്കുക. ക്യാപിറ്റൽ ഗെയിൻ ഒരു 50 lakhs. ദെൻ ന്യൂ അഗ്രികൾച്ചർ ലാൻഡ് വാങ്ങിച്ചു, ന്യൂ അഗ്രി ലാൻഡ് വാങ്ങിച്ചു 40 lakhs. ദെൻ ക്യാപിറ്റൽ ഗെയിൻ എത്ര എക്സംഷൻ കിട്ടും? ക്യാപിറ്റൽ ഗെയിൻ ഓർ ന്യൂ അഗ്രികൾച്ചർ ലാൻഡിൻ്റെ കോസ്റ്റ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ 40 lakhs. ദെൻ 10 lakhs. ഈ പറയുന്ന പീരീഡ് എന്ത് ചെയ്യണം? 3 വർഷം ഹോൾഡ് ചെയ്തിരിക്കണം.
ഇത് 3 വർഷത്തിന് മുമ്പ് വിറ്റാൽ വിൽക്കുന്ന ഒരു 75 ലക്ഷത്തിന് വിൽക്കുന്നു വിചാരിക്കാം. 75. ദെൻ അവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ വേണം 40 lakhs. ഇതിൽ നിന്ന് എന്തെടുത്ത് റെഡ്യൂസ് ചെയ്ത് കളയും? നേരത്തെ കിട്ടിയ എക്സം. ദാറ്റ് മീൻസ് ഇവിടെയും എന്തായിട്ട് സംഭവിക്കും? ഒരു നില്ല് പോലെ വരും. 75 lakhsന് ടാക്സ് ചെയ്യും. ഓക്കെ, ഇതെല്ലാം എന്താണ്? അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആണെങ്കിൽ അവിടെ എന്താണ്? റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് 2 subsection 14 പ്രകാരം എന്തല്ല? ക്യാപിറ്റൽ അസറ്റ് അല്ല. ക്യാപിറ്റൽ അസറ്റ് നമ്മൾ 44 subsection 1 എന്താണ്? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യുന്ന എപ്പോഴാണ്? ഒരു ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അസറ്റ് അല്ലാത്ത റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്താൽ എന്ത് അട്രാക്ട് ചെയ്യില്ല? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് വരത്തില്ല? ടാക്സബിലിറ്റി വരത്തില്ല. ദാറ്റ് മീൻസ് അർബൻ അഗ്രികൾച്ചർ ലാൻഡ് കൊടുത്തിട്ട് റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് മേടിക്കുവാണെങ്കിലുള്ള പ്രത്യേകത എന്താണ്? ഈ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരത്തില്ല? ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. എക്സംഷൻ വാങ്ങിക്കുകയും ചെയ്യാം, ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്യാം. ഓക്കെ, 2 കാര്യങ്ങളാണുള്ളത്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് അഗ്രികൾച്ചർ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ അത് റൂറൽ ആകാം, അർബൻ ആകാം. റൂറൽ ആണെങ്കിൽ ടാക്സ് പ്ലാനിങ് ആണ് പറയുക. If the land is a rural agriculture land, then there should be no capital gain on transfer of such land. Rural agriculture land 2 subsection 14 exclude ചെയ്തിരിക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അസറ്റിന്റെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം നമുക്ക് പർച്ചേസ് ചെയ്യാൻ 2 വർഷമുണ്ട്. 2 വർഷത്തെ ഈ വർഷം തന്നെ പറയുന്നത് നമ്മൾ അസസ്മെന്റ് ഇയർ ഡ്യൂ ഡേറ്റ് ഓഫ് ഫയലിംഗ് റിട്ടേണിൽ അത് പർച്ചേസ് ചെയ്തിട്ടില്ല, ബട്ട് ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എന്തിലേക്ക് മാറ്റും? ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലേക്ക് ഈ കിട്ടുന്ന ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് എക്സംഷൻ. ഓക്കെ, next one, section 454D, capital gain on transfer by way of compulsory acquisition of land building of an industrial undertaking. Okay, so ഇവിടെ any assessee, eligible assessee ആർക്കും ആകാം. condition compulsory acquisition of land or building which was used by assessee business for industrial undertaking for during 2 years prior to the date of transfer. That means during 2 years prior to the date of transfer. അതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാകും? ഇത് കറക്റ്റ് 2 years ആണെങ്കിൽ 24 months ആണെങ്കിൽ ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റും ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റും ആകാം. ഓക്കെ, ന്യൂ അസറ്റ് ടു ബി പർച്ചേസ്ഡ് വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ. ഓക്കെ, ശരിക്കും ആക്ച്വലി നമ്മളെ പ്രൊവിഷൻ പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ എന്നല്ല. ഓക്കെ, ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ്, ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഞാനിവിടെ കോമ്പൻസേഷൻ എന്ന് തന്നെ എഴുതിയിരിക്കുന്നു. സെക്ഷൻ 54H ഓൾറെഡി സെക്ഷനാണ്. 54H പറയുന്നത് കമ്പൽസറി അക്വസിഷൻ കേസ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കമ്പൽസറി അക്വസിഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടാണ്. 45 subsection 5 പഠിച്ചു. സോ ആരെങ്കിലും നമ്മുടെ കമ്പൽസറി ആയിട്ട് അക്വയർ വേണ്ടി വരും, ബട്ട് എനിക്ക് കോമ്പൻസേഷൻ കിട്ടാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ന്യൂ അസറ്റ് പർച്ചേസിങ്ങിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. സോ ട്രാൻസ്ഫർ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? അവരത് കമ്പൽസറി അക്വയർ ചെയ്യുമ്പോഴാണ്. ബട്ട് എന്നാണോ കോമ്പൻസേഷൻ കിട്ടുന്നത് അന്ന് മുതലേക്ക് എന്ത് കിട്ടണം? 3 years. അത് സെക്ഷൻ 54H നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി 54D പറയുന്നത് ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. സോ 54H കൂടെ ചേർത്തിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പൻസേഷൻ എന്നാണ്. കോമ്പൻസേഷൻ റിസീവ് ചെയ്യുന്നത് 54H പറയുന്നത്. ആക്ച്വലി ഇങ്ങനെ കമ്പൽസറി അക്വസിഷൻ കേസിൽ എന്തെടുക്കില്ല? ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എടുക്കില്ല. ഡേറ്റ് ഓഫ് ഫ്രം ദ ഈ പറയുന്ന പീരീഡ് എന്നത്തേക്ക് പർച്ചേസ് ചെയ്യാം, ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേക്കും ഫ്രം ദ ഡേറ്റ് ഓഫ് റെസീപ്റ്റ് ഓഫ് കോമ്പൻസേഷൻ ആണ്. നേരത്തെ പോലെ ക്വാണ്ടം ഓഫ് എക്സംഷൻ, ന്യൂ അസറ്റ് ഓർ cost of new asset or capital gain whichever is lower. Period of holding 3 years from the date of acquisition or construction of new asset. Okay, building കൂടെ ഉള്ളതുകൊണ്ടാണ് construction of new asset. Consequence, new asset transferred within 3 years from the date of purchase. The cost of acquisition of new asset is reduced by capital gain exempted earlier for computing. നേരത്തെ പോലെ തന്നെ 3 വർഷത്തിനുള്ളിൽ മാറ്റുകയാണെങ്കിൽ ആ അസറ്റ് വിൽക്കുമ്പോൾ എന്താവും? ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ആ അസറ്റിന്റെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ത് റെഡ്യൂസ് ചെയ്ത് കളയും? ക്യാപിറ്റൽ ഗെയിൻ നേരത്തെ എക്സംഷൻ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ആപ്ലിക്കബിൾ. ബിക്കോസ് 3 yearsനുള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. സോ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീമിലോട്ട് മാറ്റും. ആ പർപ്പസിന് മാത്രം യൂസ് ചെയ്യത്തുള്ളൂ എന്നാണ്. വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ടാക്സ്ഡ് എന്നാണോ ആ ഒരു പർപ്പസിന് പറയാത്ത, ആ എലിജിബിൾ അല്ലാത്ത പർപ്പസിനെ ക്രൈറ്റീരിയയ്ക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് ആ ഇയറിൽ ടാക്സ് ചെയ്യും, ആ പ്രീവിയസ് ഇയറിൽ ടാക്സ് ചെയ്യും. സോ എന്താണ്? കമ്പൽസറി അക്വസിഷൻ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്, ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിങ്ങിന്റെ ലാൻഡ് ഓർ ബിൽഡിംഗ് കമ്പൽസറി അക്വയർ ചെയ്യുന്നതാണ് എന്ത്? സെക്ഷൻ 54D. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 54EC, ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് സെക്ഷൻ 54ഉം 54ECയും കൂടെ ക്ലബ് ചെയ്ത് ക്വസ്റ്റ്യൻസ് അഡ്ജസ്റ്റ്മെന്റ്സ് വന്നിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ടാവുന്നത്. 54EC വെരി ഇമ്പോർട്ടൻറ്റ്.
ഇതിനകത്തെ കുറച്ച് ലാംഗ്വേജ് കൺസ്ട്രക്റ്റിനും വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിന് മുമ്പ് അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുള്ളതാണ്. നോക്കാം. എലിജിബിൾ അസസി എനി അസസി, ദാറ്റ് മീൻസ് ഇൻഡിവിജ്വൽ ആകാം, HUF ആകാം, കമ്പനി ആകാം, ഫേം ആകാം, ആരും ആയിക്കോട്ടെ, അവർക്കെല്ലാം എന്താണ് എലിജിബിൾ ആണ്. 54EC എക്സംഷൻ എലിജിബിൾ ആണ്. കണ്ടീഷൻ ദർ ഷുഡ് ബി ട്രാൻസ്ഫർ ഓഫ് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് being land or building or both. Okay, so land or building or both. Building means എന്ത് വരാം, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വരാം അല്ലേ. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ എന്തും സാറ്റിസ്ഫൈ ചെയ്യും, എന്തിന്റെ കണ്ടീഷനും സാറ്റിസ്ഫൈ. എനി അസറ്റ് ദാറ്റ് മീൻസ് ദാറ്റ് ഇൻക്ലൂഡ് ഇൻഡിവിജ്വൽ ഓർ ചീഫ്. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരാൾ എന്ത് ചെയ്യുകയാണ്, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുന്നു. ലോങ് ടൈം ആണെങ്കിൽ എന്തിനൊക്കെ എലിജിബിൾ ആണ്, സെക്ഷൻ 54 എലിജിബിൾ ആണ്. 54 EC-ക്കും എലിജിബിൾ ആണ്. EC-ക്കും എലിജിബിൾ ആണ്. ഓക്കെ, ശ്രദ്ധിക്കുക. നമുക്ക് എക്സാം ക്വസ്റ്റ്യൻസിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് കയറി വരുന്നത് രണ്ടും കൂടെ ഉള്ളത്. The capital gain arising from such a transfer should be invested in specified asset within 6 months from the date of. നേരത്തെ സെക്ഷനിലൊക്കെ പറയുന്ന പോലെ 3 year 2 year ഒന്നുമില്ല. എന്താണ്, 6 മാസം കൊണ്ട് എന്ത് ചെയ്തോണം, സ്പെസിഫൈഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തോണം. എന്ത് ക്യാപിറ്റൽ ഗെയിൻ, കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ എന്താണ് സ്പെസിഫൈഡ് അസറ്റ് means bond redeemable after 5 years. Okay, very important. 5 years redeemable after 5 years, issued by NHAI, National Highway Authority, RECL, then Power Finance Corporation Limited, Indian Railway Finance Corporation Limited, or any other bonds notified by central government in this. So last year മുമ്പ് NHAI RECL മാത്രമുള്ളായിരുന്നു. ഇപ്പോഴാണ് പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ബോൺസ്, ദെൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ, എനി ബോൺസ്. ഒറ്റയതേ ഉള്ളൂ, റെഡീമബിൾ ആഫ്റ്റർ 5 years. ദാറ്റ് മീൻസ് എന്താണ്, 5 വർഷത്തേക്ക് എന്താണ് അത് ബ്ലോക്കാണ്. നമുക്കൊരു എക്സംഷൻ വരുന്ന വെറുതെ അല്ല, 5 വർഷത്തേക്ക് എന്താണ് ഗവൺമെന്റിന്റെ ഈ പറയുന്ന പ്രോജക്റ്റ് ഗവൺമെന്റിന്റെ കയ്യിൽ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എക്സംഷൻ തരാൻ അവർ തയ്യാറാണ്. ദെൻ ക്വാണ്ടം ഓഫ് എക്സംഷൻ, എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ സ്പെസിഫൈഡ് അസറ്റ് ഓർ ക്യാപിറ്റൽ ഗെയിൻ വിച്ച് എവർ ഈസ് ലോവർ. ഇതുവരെ അത് ഇത് മാത്രമല്ല. ഇനി ഇരിക്കണ്ട, ഇതിലൊരു കാര്യം കൂടെ പറഞ്ഞു. മാക്സിമം ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ വിച്ച് ഒറിജിനൽ അസറ്റ് ട്രാൻസ്ഫർ ആൻഡ് സബ്സീക്വന്റ് ഫിനാൻഷ്യൽ ഇയർ കനോട്ട് എക്സീഡ് ₹50 lakhs. ദാറ്റ് മീൻസ് എന്താണ്, 50 ലക്ഷത്തിന് മുകളിൽ എന്ത് കിട്ടില്ല, എക്സംഷൻ കിട്ടില്ല. ദെൻ വയലേഷൻ ഓഫ് കണ്ടീഷൻ. അത് വയലേഷൻ ഓഫ് കണ്ടീഷൻ എന്ന് പറയാനുണ്ട്. ന്യൂ അസറ്റ് ട്രാൻസ്ഫേർഡ്, നോക്കുക, ന്യൂ അസറ്റ് ട്രാൻസ്ഫേർഡ് or converted or avail loan on security of bond. Okay, ഈ 5 വർഷത്തിനുള്ളിൽ അത് ട്രാൻസ്ഫർ ചെയ്താലോ കൺവേർട്ട് ചെയ്താലോ അത് വെച്ച് ലോൺ എടുത്താലോ എല്ലാം എന്ത് ചെയ്യും, ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് earlier shall be taxed as long term capital year in the year of violation of condition. No capital, because എന്താണ് 6 monthsനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഈ പറയുന്ന ബോൺസിൽ ബോൺസ് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ എക്സംഷൻ അണ്ടർ സെക്ഷൻ 54EC കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തില്ല, ഈ പറയുന്ന ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമിൽ ആപ്ലിക്കബിൾ അല്ല ഈ ഒരു സെക്ഷൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇവിടെ. ഓക്കെ, നോക്കാം. ജസ്റ്റ് ഒരു സെനാരിയോ എടുക്കും. ഞാനൊരു ഇൻഡിവിജ്വലിന്റെ സെനാരിയോ എടുക്കുകയാണ്. ഇൻഡിവിജ്വൽ 54 കൂടെ വരുന്ന ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഇൻഡിവിജ്വൽ, അയാൾക്കൊരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരുന്നു. അത് വിറ്റിട്ട് അയാൾക്ക് 70 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായിരുന്നു വിചാരിക്കുക. 70 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻ ആണ്. നെറ്റ് സെയിൽ കൺസിഡറേഷൻ അല്ല, അല്ലെങ്കിൽ സെയിൽ കൺസിഡറേഷൻ അല്ല, ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് മീൻസ് FEOC less cost of acquisition അല്ല, indexed cost of acquisition is 70 lakhs. Okay, then assessee 6 മാസത്തിനുള്ളിൽ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തു. 30 ലക്ഷം. ദെൻ ഇതിൽ 10 ലക്ഷം residential house property. നോക്കാം, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒരു 15 lakhsന് പർച്ചേസ് ചെയ്തെന്ന് വിചാരിക്കാം.
ദെൻ NHA നാഷണൽ അതോറിറ്റിയുള്ള ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഒരു 70 നിന്ന് 15 കഴിഞ്ഞാൽ പിന്നെ എത്ര ഉണ്ട്? 55 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു. ഇനി ഇയാളുടെ എക്സംഷൻ കണ്ടുപിടിക്കണം. നമ്മൾ അതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കും നോക്കാം. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇൻഡിവിജ്വലിൻ്റെ കേസായിരുന്നു. എത്രയാണ് അയാളുടെ ക്യാപിറ്റൽ ഗെയിൻ? 70 lakhs എന്ന്. ദാറ്റ് മീൻസ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ ഗെയിൻ. ഇതിൽ നെക്സ്റ്റ് എക്സംഷൻ നമ്മൾ ആദ്യം നോക്കണം. 54 എത്ര വരെ എടുക്കാം? 15 lakhs. ഓക്കെ, മിച്ചമുള്ള 55 ലക്ഷം എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു? NHAയിൽ ഇൻവെസ്റ്റ് ചെയ്തു. ബട്ട് 54 EC വെച്ച് മാക്സിമം എത്രയാണ്? ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫർ നടക്കുന്ന ആ ഇയറിലും ഇമ്മീഡിയറ്റ്ലി സക്സീഡിങ് ഫിനാൻഷ്യൽ ഇയറുമായിട്ട് മാക്സിമം, ദാറ്റ് മീൻസ് എത്രയും നമുക്ക് പറ്റുള്ളൂ ട്രാൻസാക്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് 54 ECയിൽ എത്രയും മാക്സിമം കിട്ടുള്ളൂ? 50 lakhs. ദാറ്റ് മീൻസ് 5 lakhs എന്താകും? ഓക്കെ, നമ്മളൊരു ടാക്സ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ടാക്സ് കുറയ്ക്കാൻ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ നമ്മൾ വെറുതെ 55 lakh ഇൻവെസ്റ്റ് ചെയ്യരുത്. എത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ? ആസ് എൻ ഓഡിറ്റർ നമ്മളോട് ഒരു അഡ്വൈസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത്? 50 lakhs ഇൻവെസ്റ്റ് ചെയ്യാനായിരിക്കണം നമ്മൾ ഒരു ഇത് പറഞ്ഞു കൊടുക്കുന്നത്. അവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കേണ്ട ഒരു കാരണവശാലും 55 lakhs ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ചെയ്തിട്ട് എന്താണ്? ഇപ്പോൾ അസസി ഈസ് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ഓൺ NHA, ദെൻ നോ പ്രോബ്ലം. ബട്ട് ടാക്സ് സേവിങ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ഒഴിവാക്കുക മാത്രമാണ് അസസിയുടെ ഉദ്ദേശമെങ്കിൽ എന്താണ്? അസസി 50 lakh വരെ ഇൻവെസ്റ്റ് ചെയ്യുക. ദെൻ റിമൈനിങ് 5 lakh വിൽ ബി ടാക്സ്ഡ് ആസ് ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. നോക്കാം, നമ്മുടെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് 6 months ഈ പറഞ്ഞ ബോണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, കൺവേർട്ട് ചെയ്യാൻ പാടില്ല. അത് വെച്ച് ലോൺ എടുത്താൽ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് വയലേഷൻ. ദാറ്റ് മീൻസ് 5 വർഷം എന്താണ് ബ്ലോക്ക് ആയിട്ട് ഗവൺമെന്റ് ചെയ്യുന്നാൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ? 54 ECയിൽ 50 ലക്ഷം വരെ എക്സംഷൻ തരാം. ബട്ട് എന്താണ്? ഇൻവെസ്റ്റ് ചെയ്യണം. എന്തിൽ? NHA, REC അല്ലെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ബോണ്ടിലോ അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ്റെ ബോണ്ട് ലിമിറ്റഡിൻ്റെ ബോണ്ടിലോ ഓർ എനി അതർ ബോണ്ട് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ഇൻ ദിസ് ബിഹാഫ്. ഈ 54 EC എലിജിബിൾ ആണ് എന്ന് പറഞ്ഞ് സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈ ചെയ്യുന്ന ബോണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. 54 EC. ഇനി അസസി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ബീങ് ലാൻഡ് ഓർ ബിൽഡിംഗ് ഓർ ബോത്ത്. ഓക്കെ, സോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 54 54 EC നോർമലി ചോദിക്കുന്ന എക്സാമിന് ചോദിക്കുന്ന ക്ലബ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം ചോദിക്കുന്നത്. അതുകൊണ്ട് രണ്ടും ഓർത്തിരിക്കണം. ഓക്കെ, അസസി വേറെ ഇൻഡിവിജ്വൽ അച്ചീവ് അല്ലാത്ത വേറെ ആരെങ്കിലും ആണെങ്കിൽ 54 EC മാത്രമേ കിട്ടുള്ളൂ, 54 കിട്ടില്ല. ഇത്രയാണ് സെക്ഷൻ 54 EC. ദെൻ നെക്സ്റ്റ് വൺ, ദെൻ 54 EE exemption of long term capital gain on investment of notified units or specified fund. Okay, 54 EC പോലെ തന്നെ eligible assessee, any assessee, transfer of any long term capital asset. That means ഇവിടെ എന്ത് പറയുന്നില്ല? ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് എന്ന രീതിയിൽ പറയുന്നില്ല. എനി ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് സ്പെസിഫൈഡ് ഫണ്ട്സ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ. ഇവിടെ 5 year അല്ല, പീരീഡ് ഓഫ് ഹോൾഡിംഗ് 3 year ആണ്. Capital gain നേരത്തെ quantum of exemption, new asset or capital gain whichever is lower. Maximum investment previous yearലും subsequent financial yearലും എല്ലാം എത്രയാണ്? മാക്സിമം എത്രയാണ്? 50 lakhs. Violation of condition, units transferred within 3 years. Long term capital gain exempted area will be taxed. Capital gain account scheme not applicable. Okay, not applicable. So that means 54 easily കാര്യം തന്നെ എന്തിനാണ് വ്യത്യാസം വരുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത് ഇല്ല. ദെൻ 5 years അല്ല, അവിടെ എന്ത് പറയുന്നുണ്ട്? അത് വെച്ച് ലോൺ എടുത്താൽ പോലും എന്തുവരും? ഈ പറഞ്ഞ വയലേഷനാണ് കണ്ടീഷൻ. 3 yearsനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യാൻ. നേരത്തെ കിട്ടിയ എക്സംഷൻ കിട്ടിയ ലോങ് ടൈം ക്യാപിറ്റൽ ഒന്നും നോക്കത്തില്ല. ആ ട്രാൻസാക്ഷൻ, ആ ഒരു വയലേഷൻ നടക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ പിടിച്ചിട്ട് എന്ത് ചെയ്യും? ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് ടാക്സ്. ദാറ്റ് മീൻസ് സെക്ഷൻ 112 പ്രകാരം 20% ആണ് ടാക്സ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് റൂൾസ് ഫോളോ ചെയ്തില്ല എങ്കിൽ, എക്സംഷൻ മേടിച്ചിട്ട് റൂൾസ് ഫോളോ ചെയ്തില്ല എങ്കിൽ ഇതേപോലെ പിൻലേസ് ചെയ്യും ക്യാപിറ്റൽ ഗെയിൻ. എന്നാണോ ആ വയലേഷൻ ഉണ്ടാകുന്ന ആ ഇയറിലെന്തെയും നേരത്തെ കിട്ടിയ എക്സംഷൻ അതേപോലെ പിടിച്ച് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒന്നും നോക്കത്തില്ല, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പിടിച്ച് ടാക്സ് ചെയ്യും. ഓക്കെ, then next one, very important, 54F. 54F, very important. Eligible assessee, individual HF. Exemption of capital gain in case of investment in residential house. നമ്മൾ ഓൾറെഡി 54 പഠിച്ചല്ലോ. ഇൻവെസ്റ്റ്മെന്റ് ഇൻ റെസിഡൻഷ്യൽ, ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോഴാണ് എക്സംഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രത്യേകം നോക്കാം. ഇന്ത്യയിൽ അവിടെ എലിജിബിൾ അസസി ആരായിരുന്നു? ഇന്ത്യയിൽ
There must be a transfer of long-term capital not being a residential house. Plot of land also eligible. 54 എന്തായിരിക്കണം? That long-term capital should be a residential house property. Assessee should purchase one residential house within 1 year before or 2 years after, or construct one residential house within 3 years from the date of transfer. Assessee should not own more than one residential house at the date of transfer. Should not purchase any other residence. Should not purchase within a period of 2 years or construct within a period of 3 years. Okay. Very, very important. ഫസ്റ്റ് 2 സെക്ഷനിൽ നോക്കാം. ഇതിനകത്ത് ക്വാണ്ടം ഓഫ് എക്സംഷൻ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്. ബിക്കോസ് ഇതുവരെ നിന്ന് മാറിയിട്ട് ഒരു പ്രൊപ്പോർഷനേറ്റ് എക്സംഷൻ കിട്ടുന്ന സെക്ഷനാണ് 54F. സെക്ഷൻ 54F ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? ഇൻഡിവിജ്വൽ, HUF. ദെൻ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. പക്ഷെ എന്താകാൻ പാടില്ല? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ച് എന്ത് ലോങ് ടൈം ക്യാപിറ്റൽ, ഒരു പ്ലോട്ട് ഓഫ് ലാൻഡ് ആണെങ്കിൽ പോലും ഓക്കെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിരിക്കണം? പർച്ചേസ് ആണെങ്കിൽ 1 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി, ഓർ കൺസ്ട്രക്ഷൻ ആണെങ്കിലോ പർച്ചേസ് ഓർ 1 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി. പർച്ചേസ് ആണെങ്കിൽ എന്താണ്? 54 അതേ കണ്ടീഷൻ, 1 year ബിഫോർ ഓർ 2 years. കൺസ്ട്രക്ഷൻ ആണെങ്കിലോ within 3 years. ഓക്കെ. ഇവിടെ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട 2 അഡീഷണൽ കണ്ടീഷൻസ്. Assessee should not own more than 1 residential house on the date of transfer. Okay. So that means assessee ട്രാൻസ്ഫർ നടക്കുന്ന ദിവസം assessee എന്താണ്? മോർ ദാൻ, അതായത് ഞാൻ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാകണം. അതായത് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ, രണ്ടാമതെണ്ണം ഉണ്ടെങ്കിൽ എന്താണ്? 54F നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യുന്നത്. മീൻസ് റെസിഡൻസ്. പിന്നെ പർച്ചേസ് ചെയ്യുന്ന എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും 1 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാം. പിന്നെ സബ്ജനൽ പർച്ചേസ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ. ഈ പീരീഡിൽ നമ്മുടെ കൺസ്ട്രക്ഷൻ പർച്ചേസ് ആണെങ്കിൽ 1 year ബിഫോർ, 2 year ആഫ്റ്റർ. കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഈ പീരീഡിനുള്ളിൽ ഈ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്തോ പർച്ചേസ് ചെയ്തോ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി അല്ലാതെ ഒരെണ്ണം കൂടെ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയുടെ പർച്ചേസ് ചെയ്യോ കൺസ്ട്രക്ട് ചെയ്യോ ചെയ്താൽ എന്ത് ചെയ്യും? രണ്ടും വയലേഷൻ. ഓക്കെ. 54. സോ ദാറ്റ് മീൻസ് അറ്റ് ദ ടൈം ഓഫ് ട്രാൻസ്ഫർ ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് എനിക്ക് ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടാകാവുള്ളൂ. ദെൻ ഒരു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ടൈം ലിമിറ്റിനുള്ളിൽ ഒന്നിൽ കൂടുതൽ, ദാറ്റ് മീൻസ് മാക്സിമം എത്ര വരെ വരാം? ആ ടൈം ലിമിറ്റിൽ 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി നേരത്തെ എനിക്കുള്ളത് പ്ലസ് ഒരെണ്ണം കൂടെ. സോ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കൂടെ താമസിക്കാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടിരിക്കുന്നത്. അതിൽ കൂടുതൽ വീണ്ടും ഒന്നുകൂടെ വാങ്ങിച്ചിട്ട് എന്താവും? സെക്ഷൻ 54F നമുക്ക് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും എന്താണ്? ട്രാൻസ്ഫറിന്റെ സമയത്ത് ഒന്നിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. പുതിയ അസറ്റ് പർച്ചേസ് ചെയ്തിട്ട് ഈ ടൈം പീരീഡിനുള്ളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പിന്നെ ഒരു അസറ്റ് കൂടെ പർച്ചേസ് ചെയ്യാൻ പാടില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ക്വാണ്ടം ഓഫ് എക്സംഷൻ. കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് greater than equal to sale consideration then original asset, then entire capital gain is exempted. Then cost of new asset net less than net sale consideration or original asset, then proportionate long term capital gain into amount invested in new residential property divided by നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കുക, ഇതുവരെയുള്ള കേസസിലെല്ലാം തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന അസറ്റും പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ കിട്ടാൻ വേണ്ടി പർച്ചേസ് ചെയ്യുന്ന അസറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന അസറ്റ് എന്തായിരുന്നു? സെയിം ആയിരുന്നു. ഇവിടെ എന്താണ്? ഒരു ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകുന്നു. അത് നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതർ ദാൻ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആണ്. അതെവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു? റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദെൻ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ്. ഇതുവരെ ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഇൻവെസ്റ്റഡ് വിച്ച് എവർ ഇസ് ലെസ് ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഈ കേസിൽ സോ നമുക്കൊരു നെറ്റ് ഇവിടെയാണ് വരുന്നത് നെറ്റ് സെയിൽ കൺസിഡറേഷൻ ഒറിജിനൽ. ഇതുവരെ എല്ലാം ക്യാപിറ്റൽ ഗെയിൻ ആയിരുന്നു. ഈ പറഞ്ഞ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് വാങ്ങിച്ചിട്ട് കൺസിഡറേഷൻ, സെയിൽ കൺസിഡറേഷൻ ഒരു 50 lakhs എന്ന് വിചാരിക്കാം. ഒരു ബ്രോക്കറേജ് 50,000 എന്ന് വിചാരിക്കാം. സോ ഇതൊരു നെറ്റ് സെയിൽ കൺസിഡറേഷൻ എത്ര വരും? 49.5 lakhs. Okay. So net sale consideration 49.5 lakhs. Then ഒന്ന് ശ്രദ്ധിക്കാം.
ഈ ഇത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നെറ്റ് സെയിൽ കൺസിഡറേഷൻ, ഇതിൻ്റെ നെറ്റ് സെയിൽ കൺസിഡറേഷൻ എത്രയാണ്, ഇതിൻ്റെ ഒരു ജസ്റ്റ് ഫിഗർ ഒന്നും കാണിക്കുന്നില്ല. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് 15 lakhs ആണ് വരുന്നത്, 15 lakhs. ദെൻ ഞാൻ ന്യൂ അസറ്റിൽ, ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഈ 49.5 ലാക്കോ അതിന് മുകളിലോട്ടോ ആണെങ്കിൽ, ഗ്രേറ്റ് 49.5 മുകളിലോട്ടോ ആണെങ്കിൽ എന്താണ്, എൻറ്റയർ ക്യാപിറ്റൽ ഗെയിൻ 15 lakhs വിൽ ബി എക്സംപ്റ്റഡ്. ബട്ട് ഇഫ് ഞാൻ ന്യൂ അസറ്റ് വാങ്ങിച്ചിരിക്കുന്ന 40 lakhsനാണെങ്കിൽ എനിക്ക് എത്ര കിട്ടുള്ളൂ എക്സംഷൻ, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ, അതായത് 15 lakhs ഇൻറ്റു കോസ്റ്റ് ഓഫ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽ കൺസിഡറേഷൻ. പ്രപ്പോർഷനേറ്റ് ഉണ്ടോ, 49.5 ഉണ്ടായാലും അല്ലെങ്കിൽ 40 ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ. ബട്ട് എക്സംഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാണ്, ക്ലെയിം ചെയ്യുന്നത് നെറ്റ് കൺസിഡറേഷൻ്റെ ബേസിസിലല്ല, ക്യാപിറ്റൽ ഗെയിൻ്റെ ബേസിലാണ്. സോ ക്യാപിറ്റൽ ഗെയിനിൻ്റെ പ്രപ്പോർഷനേറ്റ് എക്സംഷൻ, ആണ് ഒരു നോക്കുക. Cost of new asset greater than sale consideration, net greater than equal to sale consideration, then entire amount capital gain exempted. But if cost of new asset less than net sale gain, then proportionate long time capital gain into amount invested in new residential house divided by net consideration. അതാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. Capital gain, then cost of new asset divided by net consideration. So very 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 important, because proportionate ആയിട്ട് വരുന്ന ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യുന്ന ഒരു സെക്ഷനാണ്. അതുപോലെ തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. സെക്ഷൻ 54F. Then next one, section 54G. സി എ ഇൻ്റർമീഡിയറ്റ് നമ്മൾ ഇതായിട്ട് വരുന്നില്ല, നമുക്ക് സി എം എ ഇൻ്റർമീഡിയറ്റിനൊക്കെ വരുന്നുണ്ട്. സെക്ഷൻ 54G, എക്സംഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഓൺ ക്യാപിറ്റൽ asset in case of shifting of industrial undertaking from urban areas. Okay, eligible assessee, any assessee. Condition, transfer of plant and machinery or land or building, shifting industrial undertaking from urban to rural area. Urban area rural can be short time, year number of period short time aga, long time, within 1 year before or 3 years after the date of transfer, purchase or construct new plant or machinery and building in such rural area, shifting of original asset to that rural area, incurring notified expenditure. ഒന്ന് ശ്രദ്ധിക്കാം, ഒരു വർഷം മുമ്പോ അല്ലെങ്കിൽ 3 വർഷം ഒന്നുകിൽ എന്ത് ചെയ്യാം, അതവിടെ വിറ്റിട്ട് പുതിയ മേടിക്കാം, അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം ആ എക്സ്പെൻഡിച്ചറും എല്ലാം, അല്ലെങ്കിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പാർട്ടായിട്ട് വരാം. കോഡ് ഓഫ് എക്സംഷൻ, ക്യാപിറ്റൽ ഗെയിൻ ഓഫ് കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഓർ എമൗണ്ട് ഡെപ്പോസിറ്റഡ്, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് എത്രയാണോ ചിലവാക്കിയത്, വിച്ച് എവർ ഈസ് ലെസ്. Period of holding of new asset 3 years from the date of purchase or construction. Period of holding, so amount deposit, ഇവിടെ ആക്ച്വലി എമൗണ്ട് ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നതാണ്, കോസ്റ്റ് ഓഫ് ന്യൂ അസറ്റ് ഓർ എമൗണ്ട് ഡെപ്പോസിറ്റഡ് വിച്ച് എവർ ഈസ് ലെസ്. 3 years from the date of purchase or construction. 3 years period of holding consequence. 3 year പോയിട്ട് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നേരത്തെ പോലെ തന്നെ ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് അസറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ബൈ ക്യാപിറ്റൽ ഗെയിൻ എക്സംപ്റ്റഡ് ഏർലിയർ. നേരത്തെ പോലെ തന്നെ നമുക്കൊന്ന് നോക്കാം ഇവിടെ എന്തൊക്കെയാണ്, ഈ ഒരു സെക്ഷനിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. സെക്ഷൻ 54G, എനി അസസി, ആർക്ക് പറ്റും, എനി അസസി എന്നാണ് കണ്ടീഷൻ. ഒരു ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് അർബൻ ഏരിയയിൽ നിന്ന് എങ്ങോട്ട് പോകുന്നു, റൂറൽ ഏരിയയിലേക്ക് കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്യാമെന്ന് ഉദ്ദേശം. അർബൻ ഏരിയയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് റൂറൽ ഏരിയയിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. സോ അർബൻ ഏരിയയിലെ അസറ്റ് വിറ്റിട്ട് ഇവിടെ പുതിയത് വാങ്ങിക്കുന്നതാകാം, അല്ലെങ്കിൽ അർബൻ ഏരിയ അസറ്റ് അതേപോലെ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാകാം. അങ്ങനെ അതാണ് ഇവിടെ പറയുന്നത്, ഷിഫ്റ്റിംഗ് ഓഫ് ഒറിജിനൽ അസറ്റ് ടു ദാറ്റ് റൂറൽ ഏരിയ ഓർ ഇൻകറിങ്. ഓക്കെ, അർബൻ ഏരിയയിൽ 50 പറയാം മെഷീനറി ഉണ്ടോ, പ്ലാന്റ് മെഷീനറി ഉണ്ടായിരുന്നു. സോ അതിൽ നമ്മൾ 10 കൊണ്ടുപോയി ബാക്കി 40 അവിടെ വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന അവിടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവും. ഇങ്ങോട്ട് ആ 10 ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന ഷിഫ്റ്റിംഗ് ചാർജസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻകറിങ് നോട്ടിഫൈഡ് എക്സ്പെൻസ്, ഗവൺമെന്റ് നോട്ടിഫൈഡ് പറഞ്ഞിരിക്കുന്ന എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ കുറയ്ക്കുന്നതിനകത്ത് എക്സംഷൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് യൂണിവേഴ്സിറ്റിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ഷിഫ്റ്റിംഗ് ഒറിജിനൽ മെഷീനറി അല്ലെങ്കിൽ അസറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത് പ്ലസ് നോട്ടിഫൈഡ് എക്സ്പെൻഡിച്ചർ എല്ലാം നമുക്ക് ഇതിനകത്ത് കുറയ്ക്കാം. ഈ പറയുന്ന ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ന്യൂ അസറ്റ് പർച്ചേസ് 3 വർഷമാണ് ഹോൾഡിംഗ് പീരീഡ്. വിത്തിൻ ദ ഇയർ എന്ത് സംഭവിക്കും,
നേരത്തെ കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്താണോ അതിൽ നിന്ന് ദാറ്റ് മീൻസ് നേരത്തെ കിട്ടിയ ബെനിഫിറ്റ് ഇവിടെ എന്ത് ചെയ്യുന്നു, ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്, തിരിച്ചു പിടിച്ച് ടാക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ആപ്ലിക്കബിൾ ബിക്കോസ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് പർച്ചേസ് ഓഫ് കൺസ്ട്രക്ഷൻ. വിത്തിൻ 1 year ഓർ ബിഫോർ 3 years ആഫ്റ്റർ ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ ആണ് എന്ത് ചെയ്യുന്നത്, ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് 3 year വരെ പറ്റുന്നത് തന്നെ ക്യാപിറ്റൽ ഗെയിൻ അക്കൗണ്ട് സ്കീം ആപ്ലിക്കബിൾ ആണ്. Then next one 54GA exemption from capital gain from shifting industrial undertaking from urban area to special economic zone. Urban to ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ നേരത്തെ 54Gയിൽ എന്തായിരുന്നു, അർബൻ ടു റൂറൽ ഏരിയ. 54GAയിൽ അർബൻ ഏരിയയിൽ നിന്ന് എങ്ങോട്ട് മാറുന്നു, സ്പെഷ്യൽ എക്കണോമിക് സോൺ. ബാക്കിയെല്ലാം അതേപോലെയാണ്. പർച്ചേസ് ഓഫ് ഇത് വരുന്ന കേസ് കോണ്ടം ഓഫ് എക്സംഷൻ. ദെൻ പീരീഡ് ഓഫ് ഹോൾഡിംഗ് 3 years. Then transferred within 3 years, capital gain account scheme also applicable. Then next one 54GB exemption from capital gain on transfer of residential property or plot of land for investment in eligible company. Investment in eligible company into any eligible assessee individual or HF condition. Assessee must have transferred long-term residential property, house or plot of land to long-term residential property including plot of land. Such a transfer should take place during 1/4/2012 and 31/3/2021. അടുത്ത ഇയർ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ഫിനാൻഷ്യൽ അസസ്മെന്റ് 2021 ആണ്, ഫിനാൻഷ്യൽ ഇയർ 2021 വരെയാണ്. Assessee must subscribe equity shares of eligible company within due date of filing return. Company should utilize the amount for purchase of new asset, that means plant and machinery. Then full on discuss it. Example discuss here. Quantum of exemption, capital gain into cost of new plant and machinery divided by net sale consideration. ഇവിടെ എന്താണ്, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ഇക്വിറ്റി ഷെയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്താണ് percentage of exemption. Period of holding very very important. 5 years equity shares 5 years from the date of subscription. ആ individual subscribe ചെയ്തിട്ട് 5 വർഷത്തേക്ക്. ന്യൂ അസറ്റ് ഡേറ്റ് ഓഫ് അക്വിസിഷൻ 5 years from the ആർക്ക്, കമ്പനിക്ക്. Consequence of transfer within the equity shares or new asset transferred within 5 years from the date of subscription acquisition. Exempted capital gain will be taxed in the previous year of equity share or new asset transferred in the hands of assessee. In case of eligible startup being technology driven, startup new asset being computer or computer software, period of holding will be 3 years instead of 5 years. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. Section 54GB 54GB ആർക്കാണ് ആപ്ലിക്കബിൾ ആകുന്നത്, ഇൻഡിവിജ്വൽ HAF, ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ HAFനോ. എന്താണ് ഇവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി തന്നെയായിരിക്കും. ഓക്കെ, തൻ്റെ റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി കൊടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കുകയാണ്. Okay, eligible equity shares of eligible company means അത് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. നമ്മൾ ആ ഒരു ഈ ആക്ച്വലി അതിനകത്ത് പറയുന്ന എലിജിബിൾ കമ്പനി മീൻസ് ഇന്ത്യൻ കമ്പനി ആയിരിക്കണം. ആൻഡ് നമ്മൾ ഏത് പ്രീവിയസ് ഇയറിലാണോ എക്സംഷൻ വാങ്ങിക്കുന്ന ആ പ്രീവിയസ് ഇയർ ഇൻകോർപ്പറേറ്റ്, ദാറ്റ് മീൻസ് ന്യൂലി ഇൻകോർപ്പറേറ്റഡ് കമ്പനിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കുടുംബം വിട്ടിട്ട് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി വിട്ടിട്ട് ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കുന്നു. ഇവിടെ നിന്നാണ് പ്രശ്നം. ഈ ഇക്വിറ്റി ഷെയർസിന് കമ്പനിയുടെ വാങ്ങിച്ചല്ലോ, ഈ കമ്പനി ഇക്വിറ്റി ഷെയർസിന് വിറ്റ് കിട്ടുന്ന ആ ഇക്വിറ്റി ഷെയർസ് അസസി സബ്സ്ക്രൈബ് കൊടുക്കുന്ന ആ ഫണ്ട് വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം, ന്യൂ അസറ്റ്, ദാറ്റ് മീൻസ് ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് വാങ്ങിക്കേണ്ടത്. ഇവിടെ ഒരു അമെൻമെന്റ് ഉണ്ട്. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീൻ നമ്മൾ ബിസിനസ്സിൽ 35ADയിലൊക്കെ പറയുന്നത് സെക്കൻഡ് ഹാൻഡ് മെഷീനറി ആകരുത്, ഓഫീസ് അപ്ലയൻസസ്, കമ്പ്യൂട്ടർ ഇൻക്ലൂഡിങ് സോഫ്റ്റ്വെയർ ആകരുത്, ദെൻ വെഹിക്കിൾസ് ആകരുത്, ഗസ്റ്റ് ഹൗസിൽ യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പക്ക പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിരിക്കണം, അതിൽ നിന്ന് കമ്പ്യൂട്ടർ. ബട്ട് ഇവിടെയാണ് ആ ഒരു ഇത് വന്നിരിക്കുന്നത്. എലിജിബിൾ സ്റ്റാർട്ടപ്പ് ടെക്നോളജി ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായിട്ട് എടുക്കാം, ഈ പറയുന്ന കമ്പ്യൂട്ടറും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും അവരുടെ ജോലി. അതാണ് നമ്മുടെ ഒരു അമെൻമെന്റ് വന്നിരിക്കുന്നത്. സ്റ്റാർട്ടപ്പ് ബിസിനസ്
ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ളതാണെങ്കിൽ സ്റ്റാർട്ടപ്പിന് അവർക്ക് എന്താണ് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറും എന്താണ് ഈ പറയുന്ന ന്യൂ അസറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാത്തിനും 5 വർഷം. ബാക്കി ഈ പറഞ്ഞ ന്യൂ അസറ്റ്സിനൊക്കെ പീരീഡ് ഓഫ് ഹോൾഡിംഗ് എത്രയാണ്? 5 years ആണ്. ഇതിന് എത്രയും മതി? 3 years. അതും എന്താണ്? അമെൻമെന്റ് ആണ്. 3 years ആണ് ഹോൾഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിനകത്താണ് മേജർ ആയിട്ടുള്ള ഒരു പോയിന്റ് അതാണ് നമുക്ക് 3 years. ഈ 5 വർഷം എന്ത് ചെയ്യണം? ഇങ്ങനെ എക്സംഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എൻ്റെ പ്രോപ്പർട്ടി വിറ്റ് ഞാൻ പുതിയതായിട്ടുള്ള കമ്പനിയുടെ ഇക്വിറ്റി ഷെയർ വാങ്ങിച്ചു, ആ ഇക്വിറ്റി ഷെയർ അസസ് ചെയ്യും. ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഡിവിജ്വല് 5 വർഷം ഹോൾഡ് ചെയ്തിരിക്കണം. ഈ കമ്പനിയോ ഈ ഇക്വിറ്റി ഷെയർ കമ്പനി ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്ത് എന്ത് ചെയ്യണം? 5 വർഷം. ഇതിൽ ആര് വയലേറ്റ് ചെയ്താലും, ഈ പറഞ്ഞ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ ആർക്കിട്ടാണ് ടാക്സ് ചെയ്യുന്നത്? ന്യൂ അസറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് അസസിയെ പിടിച്ചിട്ട് ഈ പറയുന്ന വയലേഷൻ അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫർ നടന്ന ഏരിയയിൽ അസസിയെ പിടിച്ചിട്ട് ടാക്സ് ചെയ്യും. ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ. ന്യൂലി ടെക്നോളജി ഡ്രിവൺ ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിനാണെങ്കിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറും എന്തായിട്ട് കൂട്ടും? ന്യൂ അസറ്റ് ആയിട്ട് കൂട്ടും. കമ്പ്യൂട്ടർ അത് അവരുടെ ഹോൾഡിംഗ് പീരീഡ് 5 വർഷമല്ല. സോഫ്റ്റ്വെയറും കമ്പ്യൂട്ടറൊക്കെ എന്താണ് സ്റ്റാർട്ടപ്പ് കമ്പനീസ് അല്ലെങ്കിൽ എന്താണ് 3 yearsനുള്ളതെല്ലാം നല്ല രീതിയിൽ വർക്ക് ചെയ്യാമെങ്കിൽ പോകും. അതുകൊണ്ടാണ് എന്താണ് 5 എന്നുള്ളത് മാറ്റിയിട്ട് 3 എന്ന് കൊടുത്തിരിക്കുന്നവർക്ക് അതൊരു എക്സംഷനാണ്. Then 54H നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. In case of compulsory acquisition of original asset, if the compensation is not received on the date of transfer, then the period of availing for acquiring new asset or investment in capital gain account scheme would be considered from the date of receipt of such compensation and not from the date of transfer. എന്നാൽ നമ്മൾ അവിടെ ഒരു കേസിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് കമ്പൽസറി അക്വസിഷൻ കേസിൽ ഫ്രം ദ ഡേറ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ല, അതിന് ഓവർ റൈഡ് ചെയ്തിട്ട് 54H വരും. എക്സ്റ്റൻഷൻ എന്നൊക്കെയാണ് പറയുന്നത്. എക്സ്റ്റൻഷൻ അല്ല, ആക്ച്വലി എനിക്ക് എന്നാണോ കിട്ടുന്നത് അന്ന് മുതൽ ടൈം പീരീഡ് എടുക്കും എന്നൊരു പറയുന്നതാണ് സെക്ഷനാണ് 54H. ദെൻ സെക്ഷൻ 55A, റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ. അസസിംഗ് ഓഫീസർ may refer the valuation of capital asset to valuation officer in the following circumstances. Value of asset claimed by assessee in accordance with the registered valuer. Assessing officer is also of the opinion that the value claimed is variance. That means fair market value കുറവായിട്ടാണ് അസസി ക്ലെയിം ചെയ്തിരിക്കുന്ന അസസിംഗ് ഓഫീസർക്ക് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ then FMV, second scenario, FMV of the asset exceed the value of the asset 15% of value of asset claimed or 25,000 whichever is less. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ചില എണ്ണങ്ങൾ കുറവായിട്ടാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ വന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ ബി 55 റെഫറൻസ് ടു വാല്യുവേഷൻ ഓഫീസർ ഹാവിംഗ് റിഗാർഡ് ടു നേച്ചർ ഓഫ് അസെറ്റ് ആൻഡ് അതർ റിലവൻറ്റ് സർക്കംസ്റ്റാൻസസ് ഇറ്റ് ഈസ് നെസസറി ടു ഡു സോ. സോ ദാറ്റ് മീൻസ് ആ ഒരു സർക്കംസ്റ്റാൻസിൽ അസസിംഗ് ഓഫീസർക്ക് വിടണം. ആർക്ക് വിടണം? വാല്യുവേഷൻ ഓഫീസർക്ക് വിടണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി transferred to valuation officer for the valuation of the capital asset. Okay, then next one, say exemption 54 exemption. Okay, then section 10 ആണ് 10 subsection 33, income arising from the shares of capital, income arising from the transfer of capital asset being unit of UTA. then എന്താണ് income material, it will be exempt, fully exempt under section 10 subsection 33. then 10 subsection 37, very important. Exemption on capital gain from agricultural land. Eligible assessee individual HF. Agricultural land situated urban area. Okay. ഇവിടെയാണ് നമുക്ക് ആ ഒരു ഫുൾ നോക്കാം. Conditions will be urban agricultural land which has been used to agricultural purpose for the period of 2 years. Immediately preceding there by the date of transfer by individual or parents or by such HF. Compulsory acquired under any law for consideration. For such is determined or approved by central government or RBI. Compensation must be received on or after 1/4/2004. ഇവിടെ നോക്കാം. നമുക്കൊന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. സെക്ഷൻ 54B. സെക്ഷൻ 54B എടുക്കണോ അല്ല സെക്ഷൻ 10 സബ് സെക്ഷൻ 37. ഓക്കെ, നമുക്ക് നോക്കാം. രണ്ട് സെനാരിയോ എടുക്കാം. Section 54B, then section 10 subsection 37.
ഫസ്റ്റ് ആർക്കൊക്കെയാണ് ആപ്ലിക്കബിൾ? ഇൻഡിവിജ്വലിന് എച്ച് എഫിന്, ഇവിടെയോ ഇൻഡിവിജ്വലിന് എച്ച് എഫിന്. ദെൻ എന്താണ്? അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്, ഇവിടെയും എന്താണ്? അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ് യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ്. ബട്ട് ഇവിടെ എന്താണ്? അർബൻ അഗ്രികൾച്ചർ ലാൻഡ് എങ്ങനെയാണ് അക്വയർ ചെയ്യുന്നത്? കമ്പൽസറി അക്വസിഷൻ. 54B എന്തിനായിരുന്നു അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഒറ്റ ഒരു കാര്യമാണ് അതിനകത്ത് ഡിഫറൻസ് വരുന്നത്, കമ്പൽസറി. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഈ കണ്ടീഷൻ എല്ലാം 54B പോലെ തോന്നും, ബട്ട് ഒറ്റൊരു വേർഡാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, കമ്പൽസറി അക്വസിഷൻ. ഓക്കെ, കമ്പൽസറി അക്വസിഷൻ ഇല്ലെങ്കിൽ സോ ഇതെല്ലാം നടന്നു. 54B എന്താണ് സംഭവിക്കുന്നത്? ക്യാപിറ്റൽ ഗെയിൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് intersection 52, that means capital gain or amount invested whichever is low. But 10 subsection 37 എന്താണ്? ഇങ്ങനെ കമ്പൽസറി അക്വയർ ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന കൺസിഡറേഷൻ എന്താണ്? 10 subsection 37 വെച്ച് ഫുള്ളി എക്സംപ്റ്റഡ്. ഇതാണ് അതിനകത്ത് വരുന്ന ഡിഫറൻസ്. ഒരേ ഒരു വേർഡാണ് വരുന്നത്, കമ്പൽസറി അക്വയർഡ്. ഓക്കെ, അഗ്രികൾച്ചർ പർപ്പസ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡിവിജ്വൽ 2 years കമ്പൽസറിലി അക്വയർഡ്. 54B അങ്ങനെ ഒരു വേർഡില്ല. ഇൻഡിവിജ്വൽ എച്ച് എഫ് എന്ത് ചെയ്യാണ്? അർബൻ അഗ്രികൾച്ചർ ലാൻഡ്. അവിടെ ഒരു പക്ഷേ ഒരു എന്തുണ്ട്, ഒരു ടാക്സ് പ്ലാനിങ് ആയിട്ട് പുതിയതായിട്ട് വാങ്ങിക്കുന്ന അഗ്രികൾച്ചർ ലാൻഡ് എവിടെ ആയാലും മതി, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ആയാലും മതി. ഓക്കെ, സോ ഇതാണ് 10 subsection 37, വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ, ക്യാപിറ്റൽ ഗെയിൻ കമ്പ്യൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഒന്നെടുത്ത് കഴിയാം. സെക്ഷൻ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. സെക്ഷൻ 48 FEOC, ഫുൾ വാല്യൂ കൺസിഡറേഷൻ എക്സ്പെൻസസ്. അത് കുറച്ച് കിട്ടുന്ന എന്താണ്? നെറ്റ് സെയിൽ കൺസിഡറേഷൻ. അതിൽ നിന്ന് എന്ത് ചെയ്യും? ലെസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ബിഫോർ എക്സംഷൻ. ദെൻ നമ്മൾ എന്താണ് ഇപ്പോൾ പഠിച്ച 54 മുതൽ 54GB വരെയുള്ള എക്സംഷൻസ് ഏതാണോ കിട്ടുന്നത് അത് കുറച്ച് കഴിഞ്ഞ് കിട്ടുന്നതാണ് എന്ത്? ടാക്സബിൾ ക്യാപിറ്റൽ ഗെയിൻ അല്ലേ? സോ ഈ ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് ടാക്സ് ചെയ്യുന്നത്, എത്ര റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്ന സെക്ഷനിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 111A, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ or sale of equity shares and units of equity or fund, etc. Okay, any short term capital gain on transfer of equity shares, unit of equity or in fund, unit of business trust. That means ഇത് മൂന്നിന്റെയും കാര്യം മാത്രമാണ് ഇതിനകത്ത് പറയുന്നത് 111A, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ദാറ്റ് മീൻസ് ഷെയർസിന്റെ ഒക്കെ ആണെങ്കിൽ ഇക്വിറ്റി ഷെയർസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റഡ് ആണെങ്കിൽ 12 months അപ് ടു 12 months എന്താണ് ഷോർട്ട് ടൈം. ഇഫ് ഇറ്റ് എക്സീഡ്സ് 12 months എന്ത് സംഭവിക്കും? അത് ലോങ് ടൈം ക്യാപിറ്റൽ. ദെൻ അൺലിസ്റ്റഡ് ആണെങ്കിൽ 24 months. ദെൻ അൺലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ ഷെയർസ് ആണെങ്കിൽ 36 months. അതെല്ലാം നമ്മൾ സെക്ഷൻ 2 subsection 42A ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റിന്റെ ഡെഫിനിഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ദാറ്റ് മീൻസ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ട്രാൻസ്ഫർ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് എന്തൊക്കെയായിരിക്കണം? ഒന്നെങ്കിൽ ഇക്വിറ്റി ഷെയർ ആയിരിക്കണം, യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട് ആയിരിക്കണം, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഓക്കെ, ഷാൽ ബി ലയബിൾ. ദാറ്റ് മീൻസ് ഒന്നും നോക്കത്തില്ല, ഫ്ലാറ്റ് 15%. ദാറ്റ് മീൻസ് ഇവിടെ ഈ പറയുന്ന 3 അസറ്റ് ഷോർട്ട് ടൈം ആവുകയും വേണം, അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന ആ ഒരു ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ഫ്ലാറ്റ് 15% ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ടാക്സ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ കേസ് ഓഫ് റെസിഡന്റ് ഇൻഡിവിജ്വൽസ് ആൻഡ് HF, ദാറ്റ് മീൻസ് ഇത് എല്ലാവർക്കും കിട്ടും. റെസിഡന്റ് ബേസിക് എക്സംഷൻ limit, exemption not fully exhausted by any other income, then short term capital gain will be reduced by unexhausted basic exemption limit and the balance would be taxed at 15%. The benefit of concession at 15% available on transaction undertaken on foreign currency on recognized stock exchange located in IFSC, even though security transaction tax STT not paid in respect of. Okay, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, 15% if security transaction tax paid on such sale. Okay,
നമുക്കൊന്ന് സമ്മപ്പ് ചെയ്യാം എന്താണ് ഈ സെക്ഷൻ പറയുന്നത്. ശ്രദ്ധിക്കാം. നമുക്ക് എന്താണ് ജസ്റ്റ് വിചാരിക്കാം, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ മൂന്ന് ഏതോ ഒരു 3 അസറ്റ് ആയിരുന്നു. STT പെയ്ഡ് ഓൺ സച്ച് സെയിൽ, STT പെയ്ഡ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ നോക്കാം. സെക്ഷൻ 111A അട്രാക്ട് ചെയ്യുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഒരു 3 lakhs rupees എന്ന് വിചാരിക്കാം. ദെൻ ഇൻകം ഫ്രം സാലറി ഒരു 2 lakhs ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടൽ 5 lakhs ആണ് അയാളുടെ ടോട്ടൽ ഇൻകം. എല്ലാം കഴിച്ചിട്ട് ടോട്ടൽ ഇൻകം ജസ്റ്റ് ഇതിനകത്ത് ഞാൻ ചാപ്റ്റർ 6 ഡിറക്ഷൻ ഒന്നും തന്നെ കൊണ്ടുവരുന്നില്ല, ജസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ അത് എടുക്കാത്തതാണ് അത് തൽക്കാലം. അല്ലെങ്കിൽ ചാപ്റ്റർ 6 ഡിറക്ഷൻ ഇല്ല എന്ന് വിചാരിക്കുക. ഈ കേസിൽ നോർമൽ ഒരു അസസിക്ക് എത്രയാണ് 2.5 lakhs വരെ എക്സംഷൻ ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക, ബേസിക് എക്സംഷൻ ആർക്ക് മാത്രമേ റെസിഡന്റ് ഇൻഡിവിജ്വൽ ഓർ HF റെസിഡന്റ് ഇൻഡിവിജ്വൽ ആണെന്ന് വിചാരിക്കുക. അസസി റെസിഡന്റ് ഇൻഡിവിജ്വൽ ദെൻ 2.5 lakh വരെ കിട്ടും. ദാറ്റ് മീൻസ് എത്ര വരെയാണ് അതർ ഇൻകം 111 അല്ലാണ്ട് നോട്ട് ഫുള്ളി എക്സോസ്റ്റഡ് ബൈ എനി അതർ ഇൻകം. ഇവിടെ നമുക്ക് എത്ര വരെ എക്സോസ്റ്റ് ചെയ്യാം? 2 lakhs വരെ പോയി. ദെൻ റിമൈനിങ് എത്ര ഉണ്ട്? 0.5 lakhs. നമുക്കിത് എന്ത് ചെയ്യാം? ഇത് ഈ പറയുന്ന 3 ലക്ഷത്തിൽ നിന്ന് ഈ 0.5 lakhs കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2.5 lakhs. ഇതെത്രയാണ്? ഫ്ലാറ്റ് 15%. അതിനകത്ത് എന്തില്ല, പിന്നെ സ്ലാബ് റേറ്റ് ഒന്നും നോക്കില്ല, 5% 20 ഒന്നും പറ്റില്ല. നേരെ എങ്ങനെ ടാക്സ് ചെയ്യും? റെസിഡന്റ് ഇൻഡിവിജ്വൽ HF ആണെങ്കിൽ എന്താണ്, ബാക്കിയുള്ള ഇൻകത്തുമായിട്ട് എന്ത് ചെയ്യും? ആദ്യം ബേസിക് എക്സംഷൻ ലിമിറ്റ് എത്രയാണ്? ബേസിക് എക്സംഷൻ ലിമിറ്റ് എന്നാണ് എപ്പോഴും 2.5 lakh ആകണമെന്നില്ല. ആ ഏജ് ലിമിറ്റ് അനുസരിച്ചിട്ട് സീനിയർ സിറ്റിസന്, സൂപ്പർ സീനിയർ സിറ്റിസൺ എന്ന കാറ്റഗറി ഒക്കെ ഉണ്ട്, അതനുസരിച്ച് മാറും. 2.5 എന്നല്ല പറഞ്ഞ് ശ്രദ്ധിച്ചോണം. ബേസിക് എക്സംഷൻ ഞാൻ 60 താഴെയുള്ള ഒരു റെസിഡന്റ് ഇൻഡിവിജ്വലിന്റെ സെനാരിയോ ആണ് എടുത്തിരിക്കുന്നത്. സോ 111A പ്രകാരം 3 lakh ഉണ്ട്, സാലറി 2 lakh ഉണ്ട്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതർ ദാൻ ക്യാപിറ്റൽ ഗെയിൻ, ഈ 111A അല്ലാത്തത് എന്ത് ചെയ്തു? ദെൻ 2 lakh വരെ എന്താണ് 2.5 വരെ ഉണ്ട്. 2 lakh വരെ എന്ത് ചെയ്തു? എക്സോസ്റ്റ് ചെയ്തു. അൺഎക്സോസ്റ്റഡ് ആയിട്ട് എത്ര ഉണ്ട്? 0.5 lakh. അതാദ്യം എന്ത് ചെയ്തു? നമ്മുടെ ഈ 3 lakh നിന്ന് കുറച്ച് റിമൈനിങ് ഫ്ലാറ്റ് 15%. അവിടെ ചേഞ്ച് ഇല്ല, അവിടെ സ്ലാബ് റേറ്റ് അല്ല, ഫ്ലാറ്റ് 15%. ദെൻ അഡീഷണൽ പോയിന്റ് ചാപ്റ്റർ 6 നോട്ട് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 111A. ചാപ്റ്റർ 6 എഡിഷൻ കിട്ടിയില്ല, ആർക്ക് കിട്ടില്ല? 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഇൻ എനി അതർ കേസ് ഈസ് ടാക്സ്ഡ് ആസ് നോർമൽ സ്ലാബ് റേറ്റ്. ഇത് 111A അല്ലാതെ ഒരു ഷോർട്ട് ടൈം നോർമൽ ഷോർട്ട് ടൈം അല്ലെങ്കിൽ എന്താണ് ഈ 5 lakh 2.5 വരെ നിൽ, ദെൻ 2.5 to 5% എന്ന രീതിയിൽ നോർമൽ സ്ലാബ് റേറ്റിലായിരിക്കും ടാക്സ് ചെയ്യുന്നത്. 111A അല്ലാത്ത ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ എല്ലാം എന്തിനകത്തോട്ട് പോകും? നോർമൽ സ്ലാബ് റേറ്റ്. 111A ആണെങ്കിൽ 3 കണ്ടീഷനാണ്. ഇക്വിറ്റി ഷെയർസ് ആയിരിക്കണം, അല്ലെങ്കിൽ യൂണിറ്റ് ഓഫ് ഇക്വിറ്റി ഓറിയന്റ് ഫണ്ട്, ബിസിനസ് ടെസ്റ്റോ ആയിരിക്കണം, സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് പേ ചെയ്തിരിക്കണം, ഫ്ലാറ്റ് 15%. റെസിഡന്റ് ഇൻഡിവിജ്വൽ എടുത്തു പറയുന്നത് റെസിഡന്റ് ഇൻഡിവിജ്വൽ HF അല്ല. റെസിഡന്റ് ഇൻഡിവിജ്വൽ HF എന്താണ്? ബേസിക് എക്സംഷൻ ലിമിറ്റിന്റെ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ് നമുക്ക് കുറയ്ക്കാം, റിമൈനിങ്ങിന്റെ 15%. IFCയിലുള്ള സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ എന്താണ് STT പേ ചെയ്തില്ല എങ്കിലും ഈ പറയുന്ന ബെനിഫിറ്റ് അവൈൽ ചെയ്യാം, 15%. ദെൻ നെക്സ്റ്റ് വൺ സെക്ഷൻ 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതർ ദാൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ 112 ആയിരിക്കും. സോ 112A പറയാത്ത ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എന്താണ്? ഫ്ലാറ്റ് 20%. റെസിഡന്റ് ഇൻഡിവിജ്വൽ HFന് എന്താണ്? റെഡ്യൂസ്ഡ് ബൈ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ടാക്സ് ഓൺ ഫ്ലാറ്റ് 20%. 111A 15 ആയിരുന്നു, ഇവിടെ എന്ത് കിട്ടും? ബേസിക് എക്സംഷൻ അൺഎക്സോസ്റ്റഡ് ബേസ്, ദാറ്റ് മീൻസ് സാലറി. അങ്ങനെ വേറെ എന്തെങ്കിലും കൊണ്ടെങ്കിൽ അത് ആദ്യം എക്സോസ്റ്റ് ചെയ്തിട്ട് ബാക്കി റിമൈൻ. നോ ഡിഡക്ഷൻ. 111A പോലെ ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. ഇൻ കേസ് ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഓൺ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ് ആൻഡ് സീറോ കൂപ്പൺ ബോണ്ട് അസസി ക്യാനോട്ട് ഓപ്ഷൻ ആണ്. സോ ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് അതർ ദാൻ യൂണിറ്റ്സ് ഓഫ് സീറോ കൂപ്പൺ, ലിസ്റ്റഡ് സെക്യൂരിറ്റീസിൽ അതർ ദാൻ സീറോ കൂപ്പൺ ബോണ്ട് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞ പോലെ ഇതിന് മാത്രം, ബാക്കി എല്ലാത്തിനും എന്ത് മാത്രം? ഡയറക്റ്റ് 20%.
So 20% is a long term with indexation. Indexation benefit വെച്ചിട്ട് so indexation acquisitionന്റെ indexation benefit എടുത്തിട്ട് റിമൈനിങ് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിൻ 20% അല്ലെങ്കിൽ 10%. അപ്പോൾ എന്ത് എടുക്കത്തില്ല, പിന്നെ ഇൻഡെക്സേഷൻ ഓൾറെഡി എന്ത് 20 എന്ന് 10 ആക്കി കുറച്ച് തന്നു, പിന്നെ ഇൻഡെക്സേഷൻ എന്ന് പറഞ്ഞു വരില്ല. ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് അവൈൽ ചെയ്യാൻ പറ്റില്ല. whichever is lower. Okay, ഇതിലേതാണോ ബെനിഫിറ്റ് അസോസിയേറ്റ് ഓപ്ഷൻ ആണ്. whichever is lower will be treated as capital gain. Okay, capital gain taxation 20% അല്ലെങ്കിൽ 10%. In case of non-resident foreign company, 10% on long-term from unlisted securities or shares without indexation. Okay, non-resident case 10% long-term capital tax on long-term from unlisted securities or shares without consideration. Then first one, section 112A. Section 112A, very important section. Section 112A. Last year amended section 10 subsection 38 abolish ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. നേരത്തെ പറഞ്ഞു long-term capital gain on transfer of equity shares. That means unit of equity oriented fund, equity oriented funds, unit of business trust in excess of 1 lakh from shall be chargeable to tax 10% if the following conditions. STT paid off on acquisition and transfer. 111 എന്താണ് ട്രാൻസ്ഫർ നോക്കാം. ഇവിടെ എന്താണ് അക്വസിഷൻ്റെ ടൈമിലും ട്രാൻസ്ഫറിൻ്റെ ടൈമിലും എന്തായിരിക്കണം, STT പെയ്ഡ് ആയിരിക്കണം. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ചാപ്റ്റർ 6 റിഡക്ഷൻ കിട്ടില്ല. 87A ഓൾസോ നമ്മൾ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു റിബേറ്റ് കിട്ടില്ല. പ്രസിഡന്റ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന ആ റിബേറ്റ് ഇവിടെ കിട്ടില്ല. Not allowable against long-term capital gain in section 112A. Then long-term capital arrangement transfer under stock exchange. നേരത്തെ പറഞ്ഞ IFSC ആണെങ്കിൽ 10% where consideration was in foreign currency even though STT not paid in respect of such transaction. So 112A program section 112A. Section 112A long term capital gain attract ചെയ്തു. long term capital gain attract ചെയ്തു എന്തിനൊക്കെയാണ്, ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ്സ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ട്, യൂണിറ്റ് ഓഫ് ബിസിനസ് ട്രസ്റ്റ്. ഇതിൽ നിന്നുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിൻ എത്ര വേണം, 1 lakh വരെ there will be no tax. 1 lakh എക്സീഡ് ചെയ്താൽ ആക്കെ കൂടുതലായിട്ട് വരുന്നതിന് എത്ര ശതമാനമാണ്, 10%. ഇത് എന്താണ്, ഒരു ചാപ്റ്റർ 6 എഡ്യൂക്കേഷൻ കിട്ടില്ല. 87A ആപ്ലിക്കബിൾ അല്ല. ദെൻ ഈ പറഞ്ഞ IFSC ആണെന്നുണ്ടെങ്കിൽ ലൊക്കേറ്റഡ് IFSC ആണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ STT നോട്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷന് STT പേ ചെയ്തിട്ടില്ല എങ്കിലും എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ 10% എന്നുള്ള ആ ഒരു ടാക്സ് റേറ്റ്, എലിജിബിൾ ടാക്സ് റേറ്റ് അല്ല 10% എന്ന് പറഞ്ഞുള്ള ടാക്സ് റേറ്റ് എടുക്കണം. നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സേഷൻ്റെ നമ്മൾ 3 സെനാരിയോ ആണ് പഠിച്ചത്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ ജസ്റ്റ് ഒന്ന് ടാക്സേഷൻ്റെ കേസിൽ സെക്ഷൻ 111A, സെക്ഷൻ 112, സെക്ഷൻ 112A. 111A എന്താണ്, ടാക്സേഷൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. ഇതും എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. Short term capital gain on transfer of equity shares, equity oriented fund, business trust. Equity shares, equity oriented fund, business trust. ഇവിടെയും എന്താണ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഫ്രം equity shares, equity oriented funds, business trust. Then
ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ എത്രയാണ് വരുന്നത് 15%. ദെൻ റെസിഡന്റ് ഇൻഡിവിജ്വൽ കേസിനൊക്കെ ആണെങ്കിൽ എന്താണ് അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടൂല. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ എത്രയാണ് അതർ ദാൻ 112 ആണെങ്കിൽ ഫ്ലാറ്റ് 20% ആണ് പറയുന്നത്. ദെൻ അസസിക്ക് വേറെ എന്തുണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ടു അസസി ഇതൊക്കെയാണ് ഓപ്ഷൻ. ഒന്നെങ്കിൽ ആ പറയുന്ന അസറ്റ്സ് ആണെങ്കിൽ 20% വിത്ത് ഇൻഡെക്സേഷൻ അല്ലെങ്കിൽ 10% വിത്തൗട്ട് ഇൻഡെക്സേഷൻ അസസിക്ക് ഒരു ഓപ്ഷനാണ്. ഇവിടെ ആണെങ്കിലോ 10 സബ്സെക്ഷൻ 38 കളഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ലോങ് ടൈം ഈ പറയുന്ന അസറ്റ് ട്രാൻസ്ഫർ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അപ് ടു 1 lakh എക്സാമ്പിൾ ആണ്. ഇഫ് ഇറ്റ് എക്സീഡ്സ് എത്രയാണ് 10%. ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. ഇവിടെയും ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. ഇവിടെ അൺഎക്സോസ്റ്റഡ് ബേസിക് എക്സംഷൻ കിട്ടി. ഇവിടെ ചാപ്റ്റർ 6 ഡിഡക്ഷൻ കിട്ടില്ല. സെക്ഷൻ 87A റീബേറ്റ് പോലും നമുക്ക് എന്തിനകത്ത് കിട്ടില്ല 112A കിട്ടില്ല. ഇത്രയാണ് ചാർജബിലിറ്റി വരുന്ന ടാക്സബിലിറ്റി ക്യാപിറ്റൽ ഗെയിൻ്റെ ടാക്സബിലിറ്റി. സെക്ഷൻ 111A ഉറപ്പായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടാവുന്നതാണ്. ഇവിടുന്ന് സെക്ഷൻ 112A പ്രീവിയസ് ഇയറിൽ അമെൻഡ് ചെയ്ത് വന്നതുകൊണ്ട് തന്നെ 1038 കളഞ്ഞു വന്നതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും നോക്കിയേക്കുക. നമുക്ക് 54 ആ ഒരു സെനാരിയോസ് ഒന്ന് ജസ്റ്റ് ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു പോയി നോക്കാം എന്തൊക്കെയാണ് സെനാരിയോസ് എന്നുള്ളത്. ഫസ്റ്റ് വൺ ജസ്റ്റ് section 54, then 54B, 54D, 54EC, 54F, 54G, 54GA, 54GB. 54 നോക്കാം. ഫസ്റ്റ് ആർക്കൊക്കെയായിരുന്നു ആപ്ലിക്കബിലിറ്റി ഇൻഡിവിജ്വൽ HUF എന്തായിരുന്നു റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. അത് കഴിഞ്ഞ് പർച്ചേസ് ചെയ്യേണ്ടത് എന്തായിരിക്കണം റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി തന്നെ. ഇതിനകത്ത് തന്നെ അമെൻമെന്റ് ഉള്ളതാണ്. 2 crore ആണെങ്കിൽ 1 റെസിഡൻഷ്യൽ ഹൗസ് ദെൻ ഒരു ഓപ്ഷൻ ടു അസസി 2 കൊടുക്കാം. ലൈഫ് ലോങ് 2 റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഒരു ഓപ്ഷൻ. ദെൻ എക്സംഷൻ എത്രയാണ് കിട്ടുന്നത് ക്യാപിറ്റൽ ഗെയിൻ ഓർ എമൗണ്ട് ന്യൂ പ്രോപ്പർട്ടി ഇൻവെസ്റ്റ് വിച്ച് ഈസ് ലെസ്. ദെൻ എത്ര വർഷമാണ് കീപ്പ് ചെയ്യേണ്ടത് 3 വർഷത്തേക്കാണ് കീപ്പ് ചെയ്യേണ്ടത്. 3 വർഷത്തിനുള്ളിൽ സെയിൽ നടന്നാൽ നേരത്തെ കിട്ടിയത് എന്താണ് ന്യൂ അസറ്റ് സെയിൽ നടക്കുമ്പോഴത്തേക്കും കോസ്റ്റ് ഓഫ് അക്വസിഷനിൽ നിന്ന് കുറച്ചുള്ളത്. ഇവിടെ 54Bയിൽ ആർക്ക് തന്നെയാണ് ഇൻഡിവിജ്വൽ HUF. ഓക്കെ നമുക്കറിയാം ബാക്കിയെല്ലാം ഇത് രണ്ട് ഇവിടെ എന്താണ് റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ഇത് ചെയ്യുന്ന ആരായിരുന്നു ഇൻഡിവിജ്വൽ HUF. ദെൻ 54Fലാണ് വേറെ ഒരു സെനറ്റ് വരുന്നത്. 54GB പിന്നെ ഇൻഡിവിജ്വൽ. 54Fൽ എന്താണ് പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്ന റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് ആർക്കാണ് ആവശ്യം തന്നെ ഇൻഡിവിജ്വൽ HUF. ഇവിടെ നമുക്കറിയാം ഇൻഡിവിജ്വൽ HUF സ്വന്തം ഹൗസ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലോട്ട് ഓഫ് ലാൻഡ് ആണ് സെയിൽ നടക്കുന്നത്. ഇൻഡിവിജ്വൽ HUF ഇവിടെ എന്താണ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ ദെൻ പർച്ചേസ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക ടാക്സ് പ്ലാനിങ് ആണ്. ഇത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം. പിന്നെ പർച്ചേസ് ചെയ്യുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് എന്നേ പറഞ്ഞുള്ളൂ. അത് അർബൻ ആകാം, റൂറൽ ആകാം. ഓക്കെ റൂറൽ ആണെങ്കിൽ 2 subsection 14 പ്രകാരം ക്യാപിറ്റൽ അസറ്റ് അല്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ക്യാപിറ്റൽ അസറ്റ് എക്സംഷൻ കിട്ടും. ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്കും ക്യാപിറ്റൽ അസറ്റ് അല്ല, അതുകൊണ്ട് തന്നെ ക്യാപിറ്റൽ ഗെയിൻ അട്രാക്ട് ചെയ്യില്ല. സോ ഇവിടെ അതേപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇവിടെ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അക്കോൺ സ്കീം അതുകൊണ്ട് ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ അക്കോൺ സ്കീം ആപ്ലിക്കബിൾ ആണ്.
54D എന്താണ് പറയുന്നത്, എനി പേഴ്സൺ. 54D എനി പേഴ്സൺ എന്താണ് ട്രാൻസ്ഫർ ചെയ്യുന്ന കമ്പൽസറി അക്വസിഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്. ഷോർട്ട് ടൈം ആകാം, ലോങ് ടൈം ആകാം. പുതിയ അസറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ് കമ്പൽസറി അക്വസിഷൻ ഓഫ് ലാൻഡ് ഓർ ബിൽഡിംഗ്. ന്യൂ അസറ്റ് പർച്ചേസിന് വിത്തിൻ 3 days റെസിറ്റ് ഓഫ് കോമ്പൻസേഷന് കിട്ടിക്കഴിഞ്ഞു. കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഇതൊരു 54H വന്നിട്ട് എന്ത് പറയും, കമ്പൽസറി അക്വസിഷൻ ആയതുകൊണ്ട് 54H റേറ്റ് ഓഫ് ട്രാൻസ്ഫർ അല്ല, റേറ്റ് ഓഫ് റെസിറ്റ് ഓഫ് കോമ്പൻസേഷൻ. 3 years ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്യുന്ന കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഗെയിൻ നേരത്തെ വരുന്നത് എന്ത് ചെയ്യും, ഇതേപോലെ കുറച്ചിട്ടും. 54 ഈസി. ദെൻ ഇമ്പോർട്ടൻറ്റ് എനി അസസി. ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്താണ്, ലാൻഡ്, ബിൽഡിംഗ് ഓർ ബോത്ത്. അത് കഴിഞ്ഞിട്ട് എന്താണ്, 6 മാസത്തിനുള്ളിൽ 6 months എന്ത് ചെയ്യണം, ബോൺസ് ഇഷ്യൂഡ് ബൈ NHAI, RECL, ദെൻ പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന സ്പെസിഫൈഡ് ബോൺസ് അല്ലെങ്കിൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ദെൻ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇവർ എടുക്കുന്ന ബോണ്ട് ആയിരിക്കണം. മാക്സിമം എത്രയേ കിട്ടത്തുള്ളൂ, 50 lakhs വരെ കിട്ടത്തുള്ളൂ. ദെൻ ഇവിടെ ഒരു 54EE കൂടെ ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ. സോ സെൻട്രൽ ഗവൺമെന്റ് സ്പെസിഫൈ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. ബാക്കി എല്ലാ കണ്ടീഷനും അതേപോലെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോണം. 6 months ഈ പറയുന്ന ബോണ്ട് ഹോൾഡിംഗ് പീരീഡ് 5 years ആണ്. 5 years കഴിഞ്ഞിട്ട് റെഡീം ചെയ്യാൻ. ആഫ്റ്റർ 5 years റെഡീം ചെയ്യാൻ പറ്റാത്ത 5 years കഴിഞ്ഞ് റെഡീം ചെയ്യുന്നത് കൂടി എന്തെങ്കിലും ഇത് ട്രാൻസ്ഫർ ചെയ്താൽ ഈ കിട്ടുന്ന എക്സംഷൻ കിട്ടിയ ക്യാപിറ്റൽ ഗെയിൻ ടാക്സബിലിറ്റി അട്രാക്ട് ചെയ്യും. 54 വെരി ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ. ഇൻഡിവിജ്വലിറ്റി ഓഫ് ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആകരുത്. തിരിച്ചു മേടിക്കുന്ന എന്തായിരിക്കണം, റെസിഡൻഷ്യൽ ഹൗസ് പ്രോപ്പർട്ടി ആയിരിക്കണം. ഓക്കെ, ഇവിടെ എക്സംഷൻ എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു നമുക്ക് പറയാം. സോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നെറ്റ് കൺസിഡറേഷൻ നമുക്ക് ഈ ഒരു ഫോമുല ഡയറക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ഇൻറ്റു കോസ്റ്റ് ന്യൂ അസറ്റ് ഡിവൈഡ് ബൈ നെറ്റ് കൺസിഡറേഷൻ. ഓക്കെ, ദെൻ 54G എന്താണ്, ഇനി അസസി ഷിഫ്റ്റിംഗ് ഓഫ് അണ്ടർടേക്കിംഗ് ഫ്രം അർബൻ ടു റൂറൽ. ഇവിടെ ഇനി അസസി ഷിഫ്റ്റിംഗ് ഓഫ് അർബൻ ടു സ്പെഷ്യൽ എക്കണോമിക് സോൺ. ദെൻ ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആകാം, ഷോർട്ട് ടൈം ആകാം. ഇവിടെ ലോങ് ടൈം ആകാം, ഷോർട്ട് ടൈം ആകാം. ദെൻ ഇവിടെ നിന്ന് ഷിഫ്റ്റിംഗ് എക്സ്പെൻഡിച്ചർ ബാക്കിയെല്ലാം അതേപോലെ തന്നെ. ദെൻ 54GB ഒരു അമെൻമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. എന്താണ്, ലോങ് ടൈം ക്യാപിറ്റൽ അസറ്റ് ആണ്. അത് ബിൽഡിംഗ് ആകാം, അല്ലെങ്കിൽ ബിൽഡിംഗ് ആകാം, പ്ലോട്ട് ഓഫ് ലാൻഡ് ആകാം. അത് എന്ത് ചെയ്യുന്നു, അത് എലിജിബിൾ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. കമ്പനി എന്ത് ചെയ്യുന്നു, ന്യൂ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. രണ്ടും എന്താണ്, 5 വർഷത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന പീരീഡിൽ ട്രാൻസ്ഫർ ചെയ്താൽ ഈ അസസിക്ക് ഇൻഡിവിജ്വലിനോ അല്ലെങ്കിൽ HFR ആണോ അസസി ആയിരിക്കും എന്ത് ചെയ്യും, അതിനെക്കുറിച്ച് നേരത്തെ എക്സംഷൻ കിട്ടിയത് പിടിച്ച് ടാക്സ് ചെയ്യും. സോ ദാറ്റ് മീൻസ് സെക്ഷൻ 54 തൊട്ട് സെക്ഷൻ 54GB വരെയാണ് എക്സംഷൻ. പിന്നെ അതുകൂടെ 10 subsection 33 എപ്പോഴും ശ്രദ്ധിച്ചോണം. 10 subsection 37 ഇതുമായിട്ട് ഒരേ ഒരു വ്യത്യാസമുള്ളൂ. 10 subsection എന്തുവരും, കമ്പൽസറി അക്വസിഷൻ ഓഫ് അർബൻ അഗ്രികൾച്ചറൽ ലാൻഡ്. ഓക്കെ, ആ കിട്ടുന്ന അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോമ്പൻസേഷൻ ആ ക്യാപിറ്റൽ ഗെയിൻ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ്. ഓക്കെ, അത് അങ്ങനെ കിട്ടുന്ന അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ് 10 subsection 37 ക്വസ്റ്റ്യൻ. സോ അവിടെ 54Bയിലോട്ട് പോകരുത്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ബാക്കി എല്ലാം 54Bയുടെ കണ്ടീഷൻ ആയിരിക്കും. ഒരേ ഒരു കാര്യം എന്തായിരിക്കും, കമ്പൽസറി അക്വസിഷൻ. സോ ഇത്രയാണ് നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്ത ഒരേ ഒരു സെക്ഷനാണ് സെക്ഷൻ 47, ട്രാൻസാക്ഷൻ വിച്ച് വിൽ നോട്ട് ബി ട്രീറ്റഡ് ആസ് ട്രാൻസ്ഫർ. ഓക്കെ, അത് പിന്നീട് ഒരു ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, പിന്നീട് ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ. സെക്ഷൻ 45 subsection 1 to സെക്ഷൻ എക്സംഷൻ വരുന്ന 54 നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ക്യാപിറ്റൽ ഗെയിൻ ടാക്സേഷൻ വരുന്ന സെക്ഷൻ 111A
സെക്ഷൻ 112 ആൻഡ് സെക്ഷൻ 112A നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് ക്യാപിറ്റൽ ഗെയിൻ്റെ പ്രൊവിഷൻ എക്സെപ്റ്റ് സെക്ഷൻ 47. താങ്ക് യു.